യാത്മന പരമ പാവനി കലാ സാ ശിവാനി വിദധാതു ശാരദാ ശാരദേന്ദു കിരണോജ്വലാകൃതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏകൈകം രുദ്രത്വമാസീതിതി. ഓം ഏകൈകം രുദ്രത്വമാസീതിതി. ഓം ബ്രഹ്മൈവാഹം തദിദം ബ്രഹ്മൈവാഹമസ്മി. ഓം ബ്രഹ്മൈവാഹം തദിദം ബ്രഹ്മൈവാഹമസ്മി. ഓം അതീതാകാമിനോരസത്വം യതഃ യതേതദന്വിച്ഛത. ഓം അതീതാകാമിനോരസത്വം യതഃ യതേതദന്വിച്ഛത. ഓം പരിമാണം തതഃ. ഓം പരിമാണം തതഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദസദോരന്യോന്യകാര്യകാരണത്വാത്. ഓം സദസദോരന്യോന്യകാര്യകാരണത്വാത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സർവശ്രുതിശിരോരത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങൾക്ക് ഏവർക്കും വന്ദനം. വേദാന്ത സൂത്ര ഗുരുവിൻ്റെ വേദാന്ത സൂത്രം എന്ന കൃതിയുടെ വിചാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ക്ലാസ് കഴിയും തോറും ഒരു പക്ഷേ പുതിയ ആരെങ്കിലുമായിട്ട് ക്ലാസ്സിലേക്ക് ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിനു മുമ്പ് എടുത്തുപോയ ക്ലാസ്സുകളുടെ എല്ലാം ലിങ്ക് നമുക്ക് ഈ ക്ലാസ്സിൻ്റെ അടുത്ത ക്ലാസ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ലിങ്കിലൂടെ കയറിയാൽ നമുക്ക് എല്ലാ ക്ലാസ്സുകളും വേദാന്ത സൂത്രത്തിൻ്റെ എല്ലാ ക്ലാസ്സുകളും യൂട്യൂബിലേക്കും ഉണ്ട്. അപ്പോൾ നമുക്കത് എല്ലാം ഓരോ ആദ്യത്തെ ക്ലാസ് മുതൽ കേൾക്കാൻ സാധിക്കും. ഏതായാലും കുറച്ച് ദാർശനികമായ വിചാരമാണ് നടക്കുന്നത്. ഗുരുവിൻ്റെ കൃതികളിൽ ഏറ്റവും പ്രൗഢവും ശ്രേഷ്ഠവും ശാസ്ത്രയുഗത്തിൽ ജീവിക്കുകയും പൗരാണിക ഋഷീശ്വരന്മാരുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഒരു ലോക സംഗ്രഹ പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്ത ഗുരുവിൻ്റെ കാവ്യകുസുമങ്ങളിൽ ആ കാവ്യപ്രപഞ്ചത്തിൽ വെച്ച് ആരും തൊടാതെ മാറ്റിവെച്ചിരിക്കുന്ന, തൊടാൻ പേടിയാവുന്ന അല്ലെങ്കിൽ ചൊല്ലാൻ അറിയില്ലാതെ മാറ്റിവെച്ച വേദാന്ത സൂത്രം എന്ന കൃതി പല ആചാര്യന്മാരും നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഒരു വിചാരമാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടുകൂടി ഇത് ശ്രവിച്ചാൽ ഗുരുവിൻ്റെ മറ്റെല്ലാ കൃതികളിലേക്കും പ്രവേശിക്കാൻ നമുക്ക് എളുപ്പമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
നമ്മളിപ്പോൾ 11ാമത്തെ സൂത്രമാണെന്ന് വിചാരം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആമുഖവും പൂർവ്വസൂത്രങ്ങളെയും ഒന്ന് ഓർമ്മപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് കടന്നുപോയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഏകൈകം രുദ്രത്വമാസീദിതി എന്നുള്ളതാണ്. സംസ്കൃതത്തിലാണ് സൂത്രം. അതിൻ്റെ മലയാള പരിവർത്തനം ആണ്. ആ സൂത്രത്തിന്റെ ഓരോ വാക്കുകളും ഗുരുവിന്റെ കൃതികളിലൂടെ കടന്നുപോയിട്ട് മലയാള ഭാഷയിൽ തന്നെയാണ് ഇതിന്റെ വിശദീകരണം നമുക്ക് ഗുരുക്കന്മാർ നൽകിയിരിക്കുന്നത്. അതിൻ്റെ തന്നെ ആ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ ഇവിടെയും സഞ്ചരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അപ്പൊ ഇവിടെ ഏകൈകം രുദ്രത്വമാസീദിതി എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ 9ഉം 10 സൂത്രങ്ങളിലായിട്ട് അറിയുന്ന എന്നെയും ഞാൻ അറിയപ്പെടുന്ന വസ്തുവും അറിവ് എന്ന പ്രോസസ്സും അല്ല, ഇത് 3ഉം വെവ്വേറെ അല്ലെന്നും ഇതിന് 3നും അതീതമായിരിക്കുന്ന ഈശ്വരൻ എന്ന സത്യം ഏകമാണെന്നും നമ്മൾ പറഞ്ഞു വെച്ചു. ഇനിയിപ്പോ എന്നിട്ട് അടുത്ത സൂത്രത്തിൽ 11ാം സൂത്രത്തിൽ ഏകദേശം മധ്യത്തിലേക്ക് വരുന്നു. ആ 11ാമത്തെ സൂത്രത്തിൽ ഗുരു പറയാണ് ഏകൈകം രുദ്രത്വമാസീദിതി. അപ്പൊ നമ്മൾ ഏകൈകം ഒക്കെ എന്താന്നൊക്കെ പറഞ്ഞു. ഓരോന്നും നമ്മൾ മുൻ സൂത്രങ്ങളിലൂടെ സൂചിപ്പിച്ച ജ്ഞാതാവും അറിയുന്നവനും ജ്ഞേയം അറിയപ്പെടുന്ന വസ്തുവും ജ്ഞാനം, ഇവയെല്ലാം അറിയുന്ന അറിവും, ഇതെല്ലാം ഏകൈകം ഓരോന്നും രുദ്രത്വമാസീദിതി, ഓരോന്നിനും രുദ്രത്വം ഉണ്ട്. അതിവിടെ ഈ രുദ്രത്വം എന്ന വാക്കിനെ നമ്മൾ 2 തരത്തിൽ അതിനെ വിശദീകരിക്കാമെന്ന് നമ്മൾ പഠിച്ചു. അതിനെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അറിയുന്നവനെയും അറിവിനെയും അറിയപ്പെടുന്ന വസ്തുവിനെയും വേറെ വേറെ കാണുകയാണെങ്കിൽ രുദ്രത്വത്തിന് ദുഃഖത്തിനിടയാക്കുന്ന ഭാവം ഉണ്ടാകും എന്ന് പറഞ്ഞു. ഓരോന്നിനെയും ഇപ്പൊ അറിയുന്ന ഞാനും അറിയപ്പെടുന്ന വസ്തുവും അറിവും വേറെ വേറെ ആണെന്ന് കരുതുകയാണെങ്കിൽ ഇത് ഓരോന്നും നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ദുഃഖമാണത്. അപ്പൊ അത് നമ്മള് അതിന്റെ അതീതമായ ജ്ഞാനത്തിൽ എത്താത്തിടത്തോളം കാലം അത് നമുക്ക് രുദ്രത്വം എന്ന് പറഞ്ഞ ദുഃഖത്തിനിടയാക്കുന്ന ഭാവം തരുന്നു പറഞ്ഞു. പ്രത്യേകം നമ്മൾ അതിനെ എടുത്ത് വേറെ വേറെയാണെന്ന് കരുതുകയാണെങ്കിൽ രുദ്രത്വം ദുഃഖം ഉണ്ടാവും. ഇനി അടുത്തൊരു ഭാവം നമ്മൾ പറഞ്ഞു, ദുഃഖത്തെ നിവാരണം ചെയ്യുന്ന, നമ്മുടെ എല്ലാ ദുഃഖത്തെയും ഇല്ലാതെയാക്കുന്ന ഭാവം പരമാത്മ സത്യം എന്ന അർത്ഥവും കൂടി രുദ്രത്വത്തിന് കൊടുക്കാം. അതെപ്പോഴാന്ന് വെച്ചാൽ ഈ 3നും അറിയുന്ന ഞാനിനും അറിയപ്പെടുന്ന വസ്തുവിനും അറിവിനും അതീതമായിട്ട് ഒരു പരമസത്യമുണ്ടെന്ന് അറിയുമ്പോൾ ഈ രുദ്രത്വത്തിന് ദുഃഖത്തെ നിവാരണം ചെയ്യുന്നവൻ എന്ന അർത്ഥവും വന്നു ചേരുമെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇത് എന്താണോ ഗുരു പറയണേന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ, ഇത് എന്തൊക്കെയാ ഈ പറയണത്, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ബുദ്ധിയെ ആഴത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന പ്രപഞ്ചം എന്താണെന്നും നമ്മൾ എന്താണെന്നും നമ്മൾ അറിയുന്ന ഓരോ വസ്തുക്കളെയും നമ്മൾ എങ്ങനെ അറിയുന്നു എന്നും അതിന് കാരണമായി നിൽക്കുന്ന ശക്തിവിശേഷം എന്തെന്നും ഒക്കെ അറിയണ്ടേ. നമ്മൾ നേരത്തെ പറഞ്ഞു, മനുഷ്യനായി ഭൂമിയിലേക്ക് ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും അവരവരെ കുറിച്ചുള്ള സത്യവും അവരവർ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള സത്യവും അറിയാതെ ഈ ലോകത്ത് നിന്ന് പോയാല് ദുഃഖിച്ച് ഈ ലോകത്ത് നിന്ന് പോകുള്ളൂ. അതുകൊണ്ട് ഓരോ മനുഷ്യന് മാത്രമേ ഈ സത്യം തിരയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ മനുഷ്യനും അവനവന്റെ അസ്തിത്വവും അവനവൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വവും ഒന്ന് ചിന്തിച്ച് കടന്ന് ഈ ലോകത്തുനിന്ന് പോകണം എന്നാ പറയാ. ഒരുപക്ഷെ നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിലെ അധികമൊന്നും ദാർശനിക കൃതികളോ മനസ്സിലാവാത്തവർ പോലും യാതൊരു മടിയും കൂടാതെ എല്ലാ ക്ലാസ്സിലും ഇത് അറ്റൻഡായി ഈ ക്ലാസ് തീരുന്നവരെ കേട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ UKG പഠിക്കുന്ന മേഘക്കുട്ടി പോലും ഇതിനകത്തുണ്ട് അല്ലെ. എന്തിനാന്ന് വെച്ചാൽ പതുക്കെ ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു വിത്തായി കിടക്കുകയും ഏതെങ്കിലും ഒരു ഗുരുവിന്റെ കാരുണ്യം ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മുടെ മനസ്സലിവാർന്ന് ആ മഹാഗുരുവിന്റെ പാദങ്ങളിലേക്ക് നമ്മുടെ പൂർണ്ണമായ മനസ്സർപ്പിക്കുമ്പോൾ ഈ കേട്ടതൊക്കെ തെളിയും. അപ്പൊ അതിനുവേണ്ടി ശ്രവണം നടക്കട്ടെ, നന്നായി ശ്രവണം നടക്കട്ടെ. കാതുകൾ കൂർപ്പിച്ച് മനസ്സർപ്പിച്ച് ഗുരുവിന്റെ വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അതും ഇതൊന്നും അല്ല കേൾക്കണം. ഗുരു പറഞ്ഞ ഗുരുവിന്റെ വാക്കുകളെയാണ് നമ്മൾ പറയുന്നത്.
അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ പറയാ, ജ്ഞാതാവിനും ജ്ഞാനത്തിനും ന്യായത്തിനും അല്ലെ, ഇവയുടെ ഉറവിടം അറിയുമ്പോൾ നാം എത്തുന്നത്, ഇതെന്താണെന്ന് അന്വേഷിച്ച് എത്തുമ്പോൾ നാം എത്തുന്നത് പരമാത്മ സത്യത്തിലായിരിക്കും. വെറുതെ എന്നെ കുറിച്ചൊന്ന് അന്വേഷിച്ചാൽ മതി. ഞാൻ എവിടെ നിന്നുണ്ടായി, ഞാൻ ഈ പേരാണോ, എൻ്റെ ഈ രൂപമാണോ ഞാൻ? അല്ല. അത് നമ്മൾ ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയൊക്കെ നമ്മൾ പല വട്ടം നമ്മൾ ആത്മസത്തയെക്കുറിച്ച് അന്വേഷിക്കേണ്ട സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു തന്നതാണ്. ഞാൻ ഇന്ദ്രിയങ്ങളോ മനസ്സോ ശരീരമോ ബുദ്ധിയോ ഒന്നുമല്ല. ഇതിനൊക്കെ അതീതമായി ഇതിനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ശക്തിവിശേഷം, ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിൽ പ്രകാശിക്കുന്നവ മാത്രമാണ് എൻ്റെ മനസ്സും എൻ്റെ ഇന്ദ്രിയങ്ങളും എൻ്റെ ശരീരവും ഒക്കെ എന്ന് അറിയുമ്പോൾ നമ്മൾ എത്ര മൂഢത്വത്തിലാണ് ഈ അറിയാതിരിക്കുന്ന അവസ്ഥ. അതാണ് ഏറ്റവും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സങ്കടാവസ്ഥ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ എന്ന് വെച്ചാൽ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കാതിരിക്കുന്ന അറിവില്ലായ്മയല്ല. സ്വസത്യയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ പോലും മനസ്സില്ലാതെ ഈ ലോകത്തുനിന്ന് ചത്ത് കെട്ടുപോകുന്നവന് അവരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. അപ്പൊ മനസ്സിലായില്ലെങ്കിലും എനിക്ക് ആത്മവിചാരം നടത്തണമെന്ന് കരുതി ഇങ്ങനെ ഗുരുവിന്റെ കൃതികൾ വിചാരം ചെയ്യാനിടത്ത് കയറി ഇരുന്നാലും പതുക്കെ നമ്മളിലേക്ക് ആ ഒരു സത്ത തെളിഞ്ഞു തന്നെ വരും, സംശയമില്ല. അപ്പോ രുദ്രത്വം എന്നതിന് രണ്ടർത്ഥം നമുക്ക് കൊടുക്കാം. ഓരോന്നിനും രുദ്രത്വം എന്ന അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞു. രുദ്രത്വം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന് ഇടയാക്കുന്ന ഭാവമെന്നും പരമാത്മ സത്യമെന്നും അർത്ഥം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഈ രണ്ടർത്ഥം എടുത്താലും ഇത് ഇവിടെ ശരിയാണ്. കാരണം രുദ്രപദത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു പാപത്തെ ദ്രവിപ്പിക്കുന്നവൻ, അകറ്റുന്നവൻ എന്ന അർത്ഥം രുദ്രഭാഷ്യത്തിൽ നൽകിയിട്ടുണ്ട്. ശ്രീരുദ്രത്തിന്റെ ഭാഷ്യമാണ് രുദ്രഭാഷ്യം, ഋക്സൂക്തമാണ്. അതിനകത്ത് ഈ പാപത്തെ ദ്രവിപ്പിക്കുന്നവൻ, ഇല്ലാതെയാക്കി കളയുന്നവൻ എന്ന അർത്ഥം, അകറ്റുന്നവൻ എന്ന അർത്ഥം രുദ്രഭാഷ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, ഗുരുവിന്റെ കൃതികളെയൊക്കെ നമ്മൾ എങ്ങനെ കാണണം? ഗുരു എന്ന പരമ്പൊരുളിനെ നമ്മൾ കാണുമ്പോൾ ആഴത്തിലേക്ക് ഗുരുവിനെ അറിയണമെങ്കിൽ ഗുരുവിന്റെ കൃതി പഠിക്കണം എന്ന് പറഞ്ഞാൽ അതാ. ഇല്ലെങ്കിൽ നമുക്ക് ആരാധന ചെയ്യാനുള്ള ഒരു മൂർത്തി മാത്രമായിട്ട് പോകും ഗുരു, അല്ലേ? അതല്ല, ഗുരു അറിവേ സ്വരൂപമാണ്, നമ്മൾ അറിയണം. ഇവിടെ പറയുകയാണ് രുദ്രഭാഷ്യത്തിൽ ദ്രവിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ പാപത്തെ ദ്രവിപ്പിച്ച് കളയുന്നവൻ അല്ലെങ്കിൽ ദുഃഖത്തെ അകറ്റുന്നവൻ എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഈ പാപം എന്താ? ഗുരു നമുക്ക് ഗദ്യപ്രാർത്ഥനയുടെ തന്നിട്ടുണ്ട്. എൻ്റെ സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്തു കളയുന്ന പരമാത്മാവിന്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ? വെറുതെ ഒരു വാക്കാണോ അത്? വെറുതെ രാമൻ മുതലാളിയോട് വെറുതെ പറഞ്ഞൊരു വാക്കല്ല അത്. ആ പാപത്തിന് ദാർശനികമായ തലത്തിൽ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. നമ്മുടെ ജന്മാന്തരങ്ങളായി സഞ്ചയിച്ചു വെച്ചിട്ടുള്ള കർമ്മ കെട്ടുകളാണ് ഈ പാപം. അപ്പോ ആ പാപങ്ങളെയെല്ലാം ദ്രവിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട്. ദ്രവിപ്പിക്കുന്നവൻ, വറുത്തു കളയുന്നവൻ. പാപവും പുണ്യവും ദുഃഖഹേതുക. പുണ്യത്തിന്റെ ഫലം നമുക്ക് കുറച്ച് നന്നായിട്ടൊക്കെ ജീവിക്കാന്ന് മാത്രം. പക്ഷെ ആ പുണ്യം ഒടുങ്ങുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഭൗതികത്തിന്റെ ദുഃഖതയിലേക്ക് തന്നെ വരും. അപ്പൊ പാപവും പുണ്യവും കൂടി കടക്കണം. രണ്ടും ദുഃഖാണ്. അപ്പൊ അത് അറിഞ്ഞു വേണം നമ്മൾ യാത്ര ചെയ്യാനായിട്ട്. കുറച്ച് പുണ്യം നേടി സുഖമായിട്ടൊക്കെ ജീവിച്ച് മരിക്കാന്ന് കരുതണ്ട. കാരണം പുണ്യം ഒടുങ്ങുമ്പോൾ പിന്നെയും ക്ഷീണേ പുണ്യേ മർത്യലോകം പതിഷ്യതി, പിന്നെയും പതിച്ചു പോകും. ഇവിടെ വന്ന് ശരീരത്തിൽ വന്നാൽ പിന്നെ ദുഃഖം തന്നെ, യാതൊരു സംശയവും ഇല്ല. സുഖം എടുക്കാന്ന് ആരും വിചാരിക്കാൻ വേണ്ട, ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ പിന്നെ ഇത് സുഖമാകുന്നത് എങ്ങനെയാ? പിന്നെ ഈ ജീവിതം നമ്മൾ സ്വയം തിരിച്ചറിയുക, ഞാൻ ദുഃഖമല്ലെന്നും എൻ്റെ സ്വരൂപം ആനന്ദമാണെന്നും എൻ്റെ ആത്മചൈതന്യത്തിന്റെ സ്വരൂപം ആനന്ദമാണെന്നും ഓരോരുത്തർ എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളും പതുക്കെ ഒഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് നമ്മൾ ഒത്തിരി പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോ അങ്ങനെ നമ്മുടെ ദുഃഖത്തിനുള്ള കാരണം ജന്മാന്തരകൃതമായ വാസനയാണെന്ന് പറഞ്ഞല്ലോ. ഈ വാസന പരമസത്യത്തെ നമ്മൾ ചിന്ത ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ വാസനയുടെ ശക്തി കുറഞ്ഞു തുടങ്ങും. ഇനി അടുത്ത ഒരു കർമ്മക്കെട്ടുമായിട്ട് നമ്മൾ പോകില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറയണത്. അപ്പോ രുദ്രത്വം എന്ന പദത്തെ നമ്മൾ വിശദീകരിക്കണം. രുദ്രഭാഷ്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോ ഭഗവാൻ രുദ്രൻ
രുദ്രഭാഷ്യത്തിൽ പറയുകയാണ്, ഭഗവാൻ രുദ്രൻ അതായത് സാധകന് ആത്മസ്വരൂപം അല്ലെങ്കിൽ സ്വസ്വരൂപമായ ആത്മജ്ഞാനത്തെ മറ നീക്കി പ്രകാശിപ്പിക്കുന്നവനാണെന്ന് പറയുന്നുണ്ട്. രുദ്രൻ എന്ന് പറഞ്ഞ പരബ്രഹ്മ സ്വരൂപമായി കരുതിയാൽ സാധകന് തൻ്റെ സ്വസ്വരൂപത്തെ ആത്മജ്ഞാനത്തെ മറ നീക്കി പ്രകാശിപ്പിക്കുന്നവൻ എന്ന് രുദ്രഭാഷ്യത്തില് നന്നായി സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഗുരു പറഞ്ഞല്ലോ ഏകൈകൻ രുദ്രത്വം ആസീത് എന്നുള്ളതിന്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിന്റെ ഈ വെളിച്ചം തന്ന ആചാര്യന്മാർ ഇങ്ങനെ ഈ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഭാഷ്യം നമുക്ക് വ്യാഖ്യാനം തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. ഒന്നും തെറ്റല്ല, എല്ലാം ശരി തന്നെയാണ്. അപ്പോൾ രുദ്രഭാഷ്യത്തിന്റെ ഒരു ബേസിലാണ് നമുക്ക്, ആ വെളിച്ചത്തിലാണ് ആചാര്യന്മാർ നമുക്ക് ഇങ്ങനെ ഒരു വഴി തെളിച്ച് തന്നേക്കണത്. അതിലൂടെ നമുക്കും കയറി പോകാം. അപ്പോ രുദ്രൻ ആത്മജ്ഞാനത്തെ മറനീക്കി പ്രകാശിപ്പിക്കുന്നവൻ എന്ന് രുദ്രഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് പുരാണ കഥകളിലും ഏകാദശ രുദ്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. 11 രുദ്രന്മാരെ കുറിച്ച് പുരാണ കഥകളിലും അങ്ങനെ പരാമർശം എന്ന് പറയാം. ഇനി യജുർവേദത്തിൽ രുദ്രന്മാർ 11 ആണെന്ന് പറയുന്നുണ്ട്. പുരാണങ്ങളെ ബേസ്, ആ അറിവ് തന്നെ വേദം തന്നെയാണല്ലോ പുരാണം. അപ്പോ അതിലെ രുദ്രന്മാർ 11 പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയാണ് ദൃശ്യമായ സകലതും രുദ്രമയമാണെന്നും പറയുന്നുണ്ട് യജുർവേദം. നമ്മൾ ഈ ശവാസ്യ ഉപനിഷത്തൊക്കെ പഠിച്ചതാണല്ലേ. അപ്പോ ദൃശ്യമായ സകലതും രുദ്രമയമാണെന്നും 11 രുദ്രന്മാരുണ്ട് എന്നും യജുർവേദത്തില് അവിടെ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പദം വേദാന്ത സൂത്രത്തിൽ ഗുരു ഉപയോഗിച്ചിരിക്കുന്ന പദം വൈദികം തന്നെയാണ്. വേദവുമായി ബന്ധപ്പെടുത്തി ചേർത്ത് വെച്ച് പറയാവുന്ന പദം തന്നെയാണ് ഈ രുദ്രൻ എന്ന പദം. അപ്പൊ ഏകൈകം എന്ന പദത്തിന് നമ്മൾ പറഞ്ഞു ഓരോന്ന് പറയുമ്പോൾ ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അറിവ്. ഇത് മൂന്നിനും അതീതമായ സത്യത്തെയാണ് ഏകൈകം എന്ന പദം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അഖണ്ഡബോധ സത്യത്തെയാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. ഏകൈകം എന്ന പദം കൊണ്ട്, ഏകം എന്ന പദം അഖണ്ഡ ബോധാർത്ഥ ദ്യോതകമാണല്ലോ. ഏകം പ്ലസ് ഏകമാണല്ലോ ഏകൈകം. അപ്പൊ ഏകൈകത്തിന് അഖണ്ഡബോധ സത്യം എന്ന അർത്ഥവും നമുക്ക് കൽപ്പിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു രുദ്രൻ ശിവന്റെ പര്യായപദമാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് ത്രിമൂർത്തികളായിട്ട് നമ്മൾ പറയാറുണ്ട്. അതിൽ ശിവന്റെ പര്യായ പദമാണല്ലോ രുദ്രൻ. അപ്പോൾ രുദ്രത്വം എന്ന് പറഞ്ഞാൽ എല്ലാം സംഹരിക്കുന്ന സ്ഥിതിയാണ് രുദ്രത്വം. എല്ലാത്തിനെയും സൃഷ്ടിച്ച് സ്ഥിതി ചെയ്യിപ്പിച്ച് അതിനെ തന്നോട് ചേർക്കുന്നവനാണല്ലോ ശർവൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോ സംഹാരകർത്താവാണ് ശിവൻ. എല്ലാത്തിനെയും സംഹരിക്കുന്ന സ്ഥിതി. ആ ഒരു സ്ഥിതിക്ക് അവ്യക്താവസ്ഥ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ആ വാക്ക്? അവ്യക്താവസ്ഥ. എല്ലാത്തിനെയും തിരിച്ച് തന്നിലേക്ക് ഇങ്ങനെ ലയിപ്പിക്കുക. ആ ലയിപ്പിക്കുന്ന അവസ്ഥയ്ക്കാണ് അവ്യക്ത അവസ്ഥ എന്ന് പറയുക. നമ്മളെല്ലാവരും പ്രതിദിനം ഈ അവ്യക്താവസ്ഥയിൽ എത്തുന്നവരാ. പക്ഷെ തിരിച്ചു പോരും. ഈ ശരീരം അങ്ങ് പോകുമ്പോൾ ഒരു അവ്യക്താവസ്ഥയിലേക്ക് ഒരു അവസാനമായി ലയിക്കലുണ്ട്. അവിടെ നിന്നാണ് വീണ്ടും ശരീരത്തിൽ വരണത് അല്ലേ? അതായത് നമ്മളുടെ വാസനകൾ കൂടിക്കിടക്കുന്ന ഇടമാണ് അവ്യക്താവസ്ഥ. അങ്ങോട്ടേക്ക് നമ്മൾ എല്ലാ ദിവസവും നല്ല ഉറക്കത്തിൽ ലയിക്കുന്നുണ്ട്, ഒന്നും അറിയാതെ ഉറങ്ങുന്നുണ്ട്. അപ്പോഴും ഈ അവ്യക്താവസ്ഥയിലാണ് പോയി ഇരിക്കുന്നത്. അവിടെ ആ ഒരു ആത്മാജ്ഞാനത്തിന്റെ ഒരു ചെറിയ പ്രകാശം, ആ പ്രകാശത്തിൽ സുഖമായി മനസ്സുമില്ല, ഇന്ദ്രിയങ്ങളും ഇല്ല, ശരീരവും ഇല്ല, ഒന്നുമില്ലാതെ വളരെ ഒരു അപൂപ്പൻ താടി പോലെ ഭാരം കുറഞ്ഞ് നമ്മൾ സുഖമായി ഉറങ്ങുന്നുണ്ട്. അത് ആത്മജ്ഞാനത്തിന്റെ ആത്മസത്യത്തിന്റെ സുഖമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ അവ്യക്താവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ആ അവ്യക്താവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ശരീരം അങ്ങ് തീരുമ്പോൾ നമ്മളുടെ ആ വാസനാമണ്ഡലത്തെയാണ് അവ്യക്താവസ്ഥ എന്ന് പറയുക. ചെന്ന് ലയിക്കുന്നിടം. ഗുരു പറഞ്ഞ പോലെ ആ എന്താ പറയുക, ജന്നി നവരത്ന മഞ്ജരിയിൽ പറഞ്ഞ പോലെ ആ മഹസ്സിൽ മറയും, 1000 തരം ഇരുണ്ട് ആ മഹസ്സിൽ മറയും എന്ന് പറഞ്ഞില്ലേ? ആ മറയുന്ന അവസ്ഥയ്ക്കാണ് അവ്യക്താവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ ഈ അവ്യക്താവസ്ഥയിൽ നിന്ന് ജ്ഞാന ജ്ഞേയ രൂപങ്ങൾ, ജ്ഞാന ജ്ഞേയ പിന്നെ എന്താണ്
അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തു എന്ന രൂപത്തില് വേർതിരിഞ്ഞുകൊണ്ടിരിക്കുന്ന നാമരൂപങ്ങളാണ് പ്രപഞ്ചം. നമ്മളെല്ലാവരും ഈ അവ്യക്താവസ്ഥയിൽ നിന്നാണ് വീണ്ടും വീണ്ടും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അവ്യക്താവസ്ഥ മാറണമെങ്കിൽ ഇതുപോലെ സത്യോഗ വിചാരം ചെയ്ത് നാം ശരീരമല്ല അറിവാണ് എന്നൊക്കെ ചിന്തിച്ച് കൂട്ടി വെച്ചിരിക്കുന്ന വേദനകളും ദുഃഖങ്ങളൊക്കെ ഭഗവാന്റെ മുന്നിലേക്ക് സമർപ്പിച്ച് ആ വേദനകൾക്ക് അതീതമായ, ദുഃഖത്തിന് അതീതമായ, ശരീരത്തിന് അതീതമായ ഒരു പൊരുളാണ് ഞാൻ എന്ന് എപ്പോഴും ചിന്തിച്ച് നമ്മൾ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. വെറും വാക്കുകൾ കൊണ്ടെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും അങ്ങനെ ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മളിൽ ആത്മപ്രകാശം ജ്വലിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ജ്ഞാനജ്ഞേയ രൂപങ്ങൾ ഈ അവ്യക്താവസ്ഥയിൽ നിന്ന് വേർതിരിഞ്ഞ് മറയുന്ന ആ ഒരു നാമരൂപ ദൃശ്യങ്ങളാണ്. ഉണ്ടായി പിന്നെ മറയും. അങ്ങനെ ഈ അവ്യക്താവസ്ഥയിൽ നിന്നും നിരന്തരം ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്ന നാമരൂപാത്മകമായ ഒന്നാണ് ഈ പ്രപഞ്ചം. അപ്പോൾ എന്നാ ഇത് ഈ ചക്രത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെയിൻ വീലിൽ കയറിയാല് ചക്രം കറക്കി വിട്ടാല് ഇതിപ്പോ ശരീരം പോകുമ്പോഴൊന്നും ഇറങ്ങാൻ പറ്റില്ല. അടുത്ത ശരീരത്തിലേക്ക് പോകും. അടുത്ത ശരീരം പോകുമ്പോൾ ഇറങ്ങാൻ പറ്റുമോ? സത്യം അറിയാത്തിടത്തോളം കാലം ഇങ്ങനെ കറങ്ങി 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 ജനിമൃതികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ, ജനിമൃതി രോഗമറുപ്പതിന് സഞ്ജീവനി പരമേശ്വര നാമം എന്നേയില്ല. ഈ ജനിമൃതി രോഗം ഒന്ന് അർപ്പിച്ച് കളയാനുള്ള മരുന്നുമായിട്ടാണ് ഗുരു മരുത്വാമലയിൽ നിന്ന് ഇറങ്ങിയത്. ആ മരുന്നിന്റെ ആദ്യഘട്ടമാണ് പരമേശ്വരനെ ജപിക്കുക, നാമജപങ്ങള്. അത് ഉപാംശുവാണെങ്കിലും വൈഖരിയാണെങ്കിലും ഏതാണെങ്കിലും അല്ലേ, നമ്മള് ആ നാമജപങ്ങള് നമുക്ക് വേണം. ആ നാമജപങ്ങളാണ് ആദ്യത്തെ ഘട്ടം. ഈ നാമജപം ചെയ്യുന്നത് ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയല്ല, പിന്നെയോ നമ്മളുടെ സത്യാവസ്ഥ, ശരിയായ ജ്ഞാനം, നമ്മളുടെ സ്വരൂപത്തെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ജ്ഞാനത്തിന് എന്നെയും പാത്രമാക്കണം എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, നാമരൂപങ്ങൾ വേർതിരിയുന്നത് സൃഷ്ടിയാണെന്നും അത് നിലനിൽക്കുന്നത് സ്ഥിതിയാണെന്നും അത് തിരിച്ചങ്ങോട്ട് ലയിക്കുന്നത് ലയമാണ്. ഇതിങ്ങനെ ഈ പ്രപഞ്ച ചാക്രികത ഇങ്ങനെ നിരന്തരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സൃഷ്ടി സ്ഥിതി പ്രളയങ്ങൾ ആവർത്തിച്ച് അവ്യക്താവസ്ഥയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്, അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യൈവ തത്രക പരിദേവന. അർജുനൻ ദുഃഖിക്കുന്ന ജനകോടികളുടെ പ്രതീകമാണ് കേട്ടോ. അർജുനൻ എന്നൊരു വ്യക്തിക്ക് കൃഷ്ണൻ എന്ന മറ്റൊരു വ്യക്തി കൊടുക്കുന്ന ഉപദേശം അല്ല അത്. പരബ്രഹ്മസ്വരൂപൻ ആയ ഒരു ഗുരു വേദനിക്കുന്ന ഏഴകളായ ഈ ഇതുപോലെ ധർമ്മ സങ്കടത്തിൽപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ ഉപദേശിക്കുക. എന്തിനാ ദുഃഖിക്കണേ? ആ ഒരു രൂപവും ഇല്ലാത്ത ആ അജ്ഞാനമാകുന്ന അവ്യക്താവസ്ഥയിൽ നിന്ന് നീ വന്നത്. കുറച്ചു കാലം മാത്രമേ ഇങ്ങനെ രൂപവും നാമവും ഒക്കെ സ്വീകരിച്ച് കഴിയും. തിരിച്ച് ആ അവ്യക്താവസ്ഥയിലേക്ക് തന്നെ പോകും, സത്യം അറിയാത്തിടത്തോളം. അതുകൊണ്ട് പിന്നെ നീ എന്തിനെ ചൊല്ലിയാണ് ഇടക്ക് മാത്രം കാണുന്ന ഈ വ്യക്തതയെ കുറിച്ച് ഓർത്ത് നീ എന്തിനാ ദുഃഖിക്കണത്? നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. ശരീരത്തിന് രോഗത്തെ ചിന്തിച്ച് ഉപാസിച്ച് വേദനിച്ച് നമ്മൾ പോകും. അല്ലെങ്കിൽ ധനമില്ലായ്മയെ കുറിച്ച്, അല്ലെങ്കിൽ മാനസികമായി നമുക്കുണ്ടാവുന്ന ആരോഗ്യക്കുറവിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒറ്റപ്പെടലിനെ കുറിച്ച്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ എടുത്ത് ഉപാസിച്ച് അതുമായിട്ട് നമ്മൾ പോകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊന്നുമല്ല നമ്മൾ ഉപാസിക്കേണ്ടത്. ആ തികച്ചും ആനന്ദ സ്വരൂപമായ ഒരു ചൈതന്യം നമ്മളിൽ ഇരിക്കുമ്പോൾ അതിനൊട്ടും ദുഃഖമില്ലെന്നും അത് ആനന്ദം മാത്രമാണെന്നും ഗുരു എത്ര വട്ടം പറഞ്ഞു തന്നു. ഭക്തി പറഞ്ഞപ്പോ ഗുരു 2 ശ്ലോകങ്ങളിലാ ഭക്തനെ പറഞ്ഞേക്കണം. ആനന്ദമേവ ധ്യായന്തി സർവേ ദുഃഖം ന കശ്ചന ഏത് ആനന്ദപരം ധ്യാനം ഭക്തിയും. അത് നമ്മുടെ സ്വരൂപം ആനന്ദാണ്. വെറും ഈ ശരീരത്തിനല്ലേ രോഗം പിടിച്ച, അതങ്ങ് പൊക്കോട്ടെ അല്ലേ, പോകുമ്പോ പോട്ടെ. അപ്പൊ ആനന്ദമേവ ധ്യായന്തി സർവേ ദുഃഖം ന കശ്ചന. ഒരിക്കലും ദുഃഖത്തിനല്ല നമ്മൾ ധ്യാനിക്കേണ്ടത്, നമ്മുടെ സ്വരൂപമായ ആനന്ദത്തിനെയാണ്. ആനന്ദപരം ധ്യാനം ഭക്തി. ആ ആനന്ദ സ്വരൂപനായ ആ നമ്മളുടെ സ്വരൂപത്തെ ധ്യാനിക്കുന്നതാണ് ശരിയായ ഭക്തി.
ഈ ആനന്ദത്തെ അറിയുന്നവനാണ് ഭക്തൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ആനന്ദം ഒന്നും എവിടെ നോക്കിയിട്ടും കാണാനില്ല, ദുഃഖം അല്ലാതെ ഒന്നും കാണാനില്ല അല്ലെ. കുറച്ച് ആനന്ദം എവിടേക്കോ ഒരു മിന്നും അറിയുന്നവരാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലേക്കൊക്കെ നോക്കി ആനന്ദത്തെ തേടാൻ ശ്രമിക്കുന്ന നമ്മളെ പോലെയുള്ള അജ്ഞാനികൾ അല്ലെ. ആനന്ദത്തെ തേടി ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഗുരു നമുക്ക് ഓരോ വഴിയും വഴികാട്ടിയുമായിട്ട് ഓരോന്നിലൂടെ നമ്മളെ ഇങ്ങനെ കടത്തി കൊണ്ടുപോവുകയാണ്. ആ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ നാമരൂപങ്ങൾ ഇങ്ങനെ സംഹരിച്ചിരിക്കുന്ന അവസ്ഥയായതുകൊണ്ടാണ് അവ്യക്ത അവസ്ഥയ്ക്ക് തന്നെയാണ് രുദ്രത്വം എന്ന് പറയുക. നാമരൂപങ്ങൾ ചേർന്ന് സംഹരിച്ചിരിക്കുന്ന അവസ്ഥ, അതിന് നമുക്ക് രുദ്രത്വം എന്ന് പറയാമെന്ന് മുനി നാരായണ പ്രസാദ് സ്വാമിജിയുടെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അവ്യക്താവസ്ഥ മായയുടെ ഒരു ആവരണം തന്നെയാണ്. അഖണ്ഡ സത്യത്തിൽ മായ ഉളവാക്കുന്ന ഒരു ഭ്രമം തന്നെയാണ് ഈ അവ്യക്താവസ്ഥ. അതൊക്കെ നമ്മൾ ഒത്തിരി ആഴത്തിലുള്ള ഡീപ്പ് വേദാന്ത ചർച്ചയിലൂടെയൊക്കെ കടന്നു പോകേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മായയുടെ ആ സത്യത്തെ മറിച്ചുകൊണ്ടുള്ള ഒരു ആവരണ ശക്തിയിലാണ് ഈ ഒരു ഭ്രമം നമുക്ക് ഉണ്ടാവുന്നത്. സർവ്വതും എൻ്റെയാണെന്നും സ്വന്തമാണെന്നും ഞാൻ ഇവിടെ ശാശ്വതമായ അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്നും ഇതൊക്കെ എനിക്ക് സുഖം നൽകുന്നു എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആവരണ ശക്തിയും കൊണ്ടാണ് നമ്മൾ വരുന്നത്. ജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മവാസനകളാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഈ അസത്യത്തെ സത്യമെന്ന് വിശ്വസിപ്പിക്കുന്നത്. അതാണ് നമ്മൾ അറിയേണ്ടത്. എന്നാ നമുക്കിതൊന്നും ബോധ്യമാകുക ഭഗവാന്. അപ്പോൾ നാം ഏകൈകം എന്നുള്ള പദം പറയുമ്പോൾ നാം ഓരോരുത്തരും ജ്ഞാതാവും, പിന്നെയോ നാം ഈ കാണുന്ന ലോകം ജ്ഞേയവും, ഈ ജ്ഞാതാവിനെയും ജ്ഞേയത്തെയും അറിയുന്നത് അറിവുമാകുന്നു. നാം ഓരോരുത്തരും ജ്ഞാതാവാണ്, കാണുന്ന ലോകം ജ്ഞേയമാണ്, ഇതിനെക്കുറിച്ച് എല്ലാത്തിനെയും കുറിച്ചുള്ള അറിവ് ജ്ഞാനവുമാണ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതം സന്തുഷ്ടമാകുന്നത് എന്തിനാ ഇപ്പൊ വേദാന്ത സൂത്രമൊക്കെ ഇത്ര ക്ലേശിച്ച് ഈ കട്ടിയായ വേദാന്തമൊക്കെ കേൾക്കണേന്ന് വെച്ചാല് ഇതിലൂടെയൊക്കെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് നമ്മൾ എന്താണെന്നൊക്കെ ഉള്ളതിന്റെ ഒരു തത്വമൊക്കെ ഒന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭൗതിക വസ്തുക്കൾ ചോദിക്കുന്ന ഒരു സാധാരണ ഭക്തനായി നമ്മുടെ ജീവിതം കടന്നു പോകാനല്ല നമുക്ക് പരമാത്മ സ്വരൂപനായ ഒരു ഗുരുവിനെ കിട്ടിയിരിക്കുന്നു. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ സന്തുഷ്ടനായി ജീവിക്കണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചത്തെയും നമ്മളുടെ സ്വരൂപത്തെയും എന്താണെന്ന് നന്നായി അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളോട് നീതി പുലർത്താനും നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളോട് പൊരുത്തപ്പെട്ട് നമുക്ക് ജീവിക്കാനും ഒക്കെ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ച ഭൂമിയും ഞാൻ നേടിയ എൻ്റെ ശരീരവും എന്ന് അഭിമാനിച്ചുകൊണ്ട് നമ്മൾ ഓരോന്നും ഈ അഭിമാനത്തിൽ ഇരുന്നു കൊണ്ട് അഹന്തയും മമതയും ഒക്കെ വെച്ചുകൊണ്ട് ജീവിച്ച് അവസാനം നമ്മൾ ഈ നേടിയതിനെ കുറിച്ച് ഓർത്ത് വേദനിച്ച് കടന്നു പോവുകയും ചെയ്യും. കർമ്മം പോലും നമ്മുടെ എല്ലാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രകൃതിക്കനുസരിച്ച് ഈ പ്രപഞ്ചം ചലിക്കുന്നതിനോടൊപ്പം നമ്മളും ചലിച്ച് പരിണമിച്ച് ഇല്ലാണ്ടാവുന്നു. ആ ഒരു സത്യം നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മളോട് നീതി പുലർത്താനും നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിന് ആധാരമായ സത്യത്തെ അറിഞ്ഞ് പ്രകൃതി നിയമങ്ങൾക്ക് അനുയോജ്യമായി അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനും ഒക്കെയാണ്. അപ്പോൾ മനുഷ്യന്റെ ദുഃഖത്തിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ശരിയായ ജ്ഞാനം നേടുക എന്നുള്ളതാണ്. കണ്ണുള്ളിൽ ചെല്ലുക എന്നുള്ളതാണ് മനുഷ്യന്റെ ദുഃഖത്തിന് കാരണം. അതുകൊണ്ടാണ് ഋഷിമാര് നമ്മളോട് പറയാറുണ്ട്, തരതി ശോകം ആത്മവിത്ത്. ആത്മാവിനെ അറിയുന്നവനാണ് ആത്മവിത്ത്. ശോകം തരതി, എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്യുന്നു. നമ്മൾ ചില ആളുകളെയൊക്കെ കാണുമ്പോൾ അവരുടെ ഭൗതിക ജീവിതത്തിൽ എത്രയോ ദുഃഖങ്ങൾ അവർക്ക്. ചിലപ്പോൾ നല്ലൊരു വീടുണ്ടാവില്ല, ആഹാരം കഴിക്കാൻ വകയുണ്ടാവില്ല, കൂടെയുള്ളവർ ശാരീരികമായി അവശത അനുഭവിക്കുന്നവരായിരിക്കും. എങ്കിലും അവർ നല്ല ഉറച്ച മനസ്സോടുകൂടി സന്തുഷ്ടരായി എപ്പോഴും കാണപ്പെടുന്ന മനുഷ്യരെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ അറിയേണ്ടതിനെ അറിഞ്ഞ് ആ ഒരു ദൈവികമായ വെളിച്ചം അവരുടെ ഉള്ളിലേക്ക് വീശുമ്പോഴാണ് ഈ ദുഃഖത്തെ തരണം ചെയ്യാനുള്ള ബലം അവർക്ക് കിട്ടുന്നത്.
അതുകൊണ്ടാണ് തരതി ശോകം ആത്മവിത്ത് എന്ന് പറയുന്നത്. ആത്മാവിനെ അറിയുന്നവൻ എല്ലാ ദുഃഖത്തെയും കടന്നിരിക്കും. അതാണ്. അപ്പോ താനും തനിക്ക് എന്താ പറയാ ചുറ്റും കാണുന്ന അല്ലെങ്കിൽ ദുഃഖം തരുന്ന ഈ ലോകവും രണ്ടല്ല, ഒന്നാണെന്നുള്ള അറിവ് നേടുകയാണ് വേണ്ടത്. തനിക്ക് ദുഃഖം നൽകുന്ന ഈ ഭൗതിക സാഹചര്യങ്ങളും തൻ്റെ ശരീരം ഉൾപ്പെടെയുള്ള ഈ സകലതും തന്നിൽ നിന്ന് ഭിന്നമല്ല, ഒരേ സ്വരൂപം തന്നെയാണെന്നുള്ള ജ്ഞാനമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ രണ്ടായിട്ട് നമ്മൾ കാണുന്നതാണ് ഭയത്തിന് കാരണം. ഗുരു എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ദ്വിതീയാത് വൈ ഭയം ഭവതി. ഞാനും എൻ്റെ ബന്ധുക്കളും, അല്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും, അല്ലെങ്കിൽ ഞാനും എൻ്റെ രാജ്യവും, ഞാനും എൻ്റെ അങ്ങനെ എൻ്റെ ഞാനോട് ചേർത്ത് വെച്ച ഒത്തിരി കാര്യങ്ങൾ പറയും. അത് വേറെ വേറെ വേറെ. അവർക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ മാത്രമേ എനിക്ക് വേദനിക്കുള്ളൂ. വേറെ ലോകത്ത് ആർക്കും വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ഈ ഒരു ചിന്തയാണ് മനുഷ്യനെ രാഗദ്വേഷങ്ങളിലേക്കും ദുഃഖത്തിലേക്കും കലഹത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഗുരു പറയുന്നത് സകലതിനെയും തന്നിൽ നിന്ന് അന്യമല്ലാതെ കാണണം. ആ ഒരു കാഴ്ച ഗുരുവിനുള്ളത് കൊണ്ടാണ് ഗുരു കല്ലിനകത്തു കുടിവാഴുന്ന അല്പജന്തുവിനെയും അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രൻ, കുറച്ച് കുരുത്തക്കേടൊക്കെ ചെയ്തിട്ടാണ്, ഒരാളെ കൊന്നിട്ടാണ് പോയി ആ താമരക്കുടത്തിൽ പോയി ഒളിച്ചിരുന്നത് ഇന്ദ്രൻ, അല്ലേ? അപ്പൊ ആ എന്താ പറയാ, തെറ്റ് ചെയ്തവരെ പോലും, അവരിലും ആ ഒരു ആരും കാണാത്ത ഇരുണ്ട ഇടങ്ങളിൽ കഴിഞ്ഞ ആ ഒരു പുഴുവിനോട് പോലും ഒരേ കാരുണ്യാണ് ഈശ്വരൻ കാണിച്ചത്, അല്ലേ? ഗുരുവിൻ്റെ രചനകൾ അത്രയും നമ്മൾ നോക്കുമ്പോൾ വളരെ 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 നമ്മളുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ തന്നെ ആർദ്രമായി പോകുന്ന വരികളാണ് ഗുരു എഴുതിയിരിക്കുന്നത്. കാരണം ഗുരു കണ്ടത് മുഴുവനും കണ്ണീരണിഞ്ഞ മുഖങ്ങളും ജീവിതങ്ങളുമാണ്. അതുകൊണ്ടാണ് അത് ചൊല്ലുമ്പോൾ നമ്മളറിയാതെ തന്നെ വല്ലാതൊരു നിർവൃതിയിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനസ്സ് ആർദ്രമായി പോകും. പലപ്പോഴും നമ്മൾ ആത്മോപദേശ ശതകമൊക്കെ ഒരു തത്വജ്ഞാനപരമായ കൃതിയാണെങ്കിലും ദാർശനിക തലത്തിലുള്ള കൃതിയാണെങ്കിലും ഇന്ത്യൻ ദാർശനിക പൈതൃകത്തിന്റെ ആണിക്കല്ലെന്നൊക്കെ നമുക്ക് പറയാം. ആത്മോപദേശ ശതകം വേദത്തിന്റെ വേദസാരം, വേദം തന്നെ, അല്ലെ? അത് ചൊല്ലുമ്പോൾ പോലും നമ്മുടെ മനസ്സ് ആർദ്രമായി പോകും. ജ്ഞാനം തനിയെ നമ്മുടെ ഉള്ളിലേക്ക് അവർ ആത്മപ്രകാശം കടക്കണ പോലെ നമുക്ക് തോന്നും. ഒരു പ്രാവശ്യം പോലും നമ്മൾ അതിന്റെ അർത്ഥവിചിന്തനം നടത്തിയില്ലെങ്കിൽ പോലും നമ്മളിൽ ഒരു ചലനം ഉണ്ടാക്കും ഗുരുവിന്റെ കൃതികൾ. അതെന്താന്ന് വെച്ചാല് ആ ഭഗവാൻ അറിഞ്ഞ് അനുഭവിച്ച അനുഭവം ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ടച്ച് ചെയ്യണതേ. ഒരു സാഹിത്യ രചന നടത്തിയതല്ലല്ലോ, അനുഭവത്തിൽ നിന്ന് ഊറി വന്ന ആ അമൃതാണത്. അതാണ് നമ്മളിൽ ഇങ്ങനെ ഒരു വൈബ്രേഷൻ സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്കത് ആലപിക്കാനും പഠിക്കാനും ഒക്കെ തോന്നുന്നത്. ആ ഒരു എന്താ പറയുക, ഒരു വൈബ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അറിയേണ്ട ഒരു കാര്യം, നമ്മളുടെ സ്വരൂപം സച്ചിദാനന്ദമാണെന്നും അതിൻ്റെ ആ സ്വരൂപത്തിൻ്റെ ആ സ്വഭാവം ആനന്ദമാണെന്നും നമ്മൾ തിരിച്ചറിയുക. എപ്പോഴൊക്കെ നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ ചോദിക്കുക, എനിക്ക് ആർക്കാ ദുഃഖം വന്നേ? ആർക്കാ ദുഃഖം വന്നേ? എൻ്റെ സ്വരൂപത്തിന് ദുഃഖമില്ലല്ലോ, അത് ആനന്ദമല്ലേ, പിന്നെ ആർക്കാ ദുഃഖം വന്നത്? നമ്മൾ ആലോചിക്കുക. ഈ കർമ്മക്കെട്ടുകളിൽ നിന്നുണ്ടായ ആ ഇരുട്ടിൽ ജീവിക്കുന്ന നമുക്ക് ദുഃഖം വന്നതിൻ്റെ കാരണം മനസ്സാണ്. വാസനകൾ സംഹരിച്ചു വെച്ചിരിക്കുന്ന ഇടമായ മനസ്സാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചിന്ത ആ പ്രകൃതിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ആ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കുക. കാരണം പ്രകാശമയമായ ഒരു സത്യം നമ്മൾ ഇരുന്നുകൊണ്ട് നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുക ഈ ദുഃഖത്തെ തരണം ചെയ്യാൻ. പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കണേ? അത് കടന്നു പോകും, അത് കടത്തിത്തരും, അല്ലേ? ആ ഒരു ചിന്ത നമ്മൾ എത്ര ആശ്വാസമാണ് നമുക്ക് തരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ ഒരു ആശ്വാസം പോലും കിട്ടാതെ ഇന്നത്തെ ലോകത്തെ ആളുകൾ എത്രയോ വേദന അനുഭവിച്ചാ ജീവിക്കണേ. നമ്മൾ ഓർക്കും വലിയ പദവിയിലും പണത്തിലൊക്കെ ഇരിക്കുന്നവര് സമാധാനപരമായിട്ടാണ് കിടന്നുറങ്ങണേന്ന്. ഒരിക്കലും അല്ല കേട്ടോ. ആളുകളുടെ മുമ്പിൽ ക്യാമറയുടെ നേരെ നോക്കി ചിരിക്കുന്ന ആളുകളുടെ ജീവിതമൊക്കെ എത്ര ദുഃഖ ദുരിതങ്ങൾ നിറഞ്ഞായിരിക്കും, ആലോചിച്ച് നോക്കൂ. അപ്പോൾ എപ്പോഴും നമ്മൾ അറിയേണ്ടത് ഭൗതിക സുഖഭോഗങ്ങളും ഒന്നുമല്ല ഒരു മനുഷ്യന്റെ സമാധാനവും ശാന്തിയും തരുന്നത്. അറിവാണ്. കണ്ണുള്ളിൽ ചെല്ലുക, അറിയേണ്ടതിന് അറിയുക. അതുമാത്രമാണ് നമുക്ക് എന്താ പറയുക,
നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾക്കുള്ള പരിഹാരമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ദുഃഖം എന്താന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപത്തിലെ ആനന്ദമുണ്ടല്ലോ, ആ ആനന്ദത്തിന്റെ നിഷേധാത്മകമായ ഭാവം പകരുമ്പോഴാണ് അത് ദുഃഖമാകുന്നതെന്ന് പറയുന്നത് സ്വാമിജി. അതായത് ആത്മാവിന്റെ സ്വരൂപം ആനന്ദമാണ്. ആ ആനന്ദം തന്നെയാണ് രാഗമായും ദ്വേഷമായും കാമമായും ക്രോധമായിട്ടൊക്കെ വരണത്. അപ്പോൾ നമ്മുടെ ദുഃഖം ആത്മാവിന്റെ ആനന്ദ സ്വരൂപം ജീവിതത്തിൽ ഭാവം പകരുമ്പോൾ പ്രതീതമാകുന്ന ഒരു നിഷേധാത്മക ഭാവമാണ് നമ്മുടെ ദുഃഖം. അതിന്റെ പ്രസാദാത്മകമായ ഭാവമാണ് നമ്മുടെ സുഖം എന്ന് പറയുന്നത്. അപ്പൊ ആനന്ദം തന്നെയാണ് സുഖവും ദുഃഖവുമായി മാറി മാറി ഇരിക്കുന്നത്. അപ്പൊ ഈ ആനന്ദത്തെ ദുഃഖമാക്കുന്നത് നമ്മൾ തന്നെയാണ്. എനിക്ക് എന്തിനാ ഭഗവാനെ ഇങ്ങനെ തന്നേ എന്ന് ചോദിച്ചാൽ ഭഗവാൻ ഒരിക്കലും അങ്ങനെ തരില്ല. അത് നമ്മളുടെ എന്താ പറയാ, നേരായ വഴിയെ ജീവിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വന്ന് പെട്ടത്. ദുഃഖത്തെ ഇല്ലാതാക്കാനുള്ള വഴി ഈ ജന്മമെങ്കിലും ചെയ്തു പോകാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ സുഖവും ദുഃഖവും ഉണ്ടാകുന്നത് ഒരേ ഒരു അറിവിൽ തന്നെയാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം. നമ്മൾ എന്തിനാ ഗുരുകൃതി പഠിക്കണേന്ന് വെച്ചാൽ ദുഃഖം ഇല്ലാണ്ടാവാനാണ്. ഒറ്റ ഉത്തരേ ഉള്ളൂ. എന്തിനാ ഗുരുകൃതി പഠിക്കണേ? എൻ്റെ ദുഃഖം ഇല്ലാതാകണം ഭഗവാനെ. ഇപ്പം എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ എനിക്ക് നല്ല അഹങ്കാരമാണ്, എനിക്ക് ആരും കൂട്ടു വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി എന്നൊക്കെ പറയും അല്ലേ. അപ്പോഴും ഈശ്വരൻ്റെ അടുത്ത് പോകാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു ചിന്ത പോലും നമ്മുടെ ഉള്ളിലൊരു തെളിഞ്ഞിരിക്കുന്ന ഒരു ആത്മാ ചൈതന്യം ഉണ്ടെന്ന് പോലും ചിന്തിക്കാൻ അഹങ്കാരം സമ്മതിക്കാറില്ല. പിന്നെ പതുക്കെ പതുക്കെ ശരീരം ക്ഷയിച്ചു തുടങ്ങുമ്പോഴാണ് എവിടെ ഈ ദുഃഖം മാറും നമ്മൾ അന്വേഷിച്ച് തരയാൻ തുടങ്ങുന്നത്. അപ്പോൾ പക്ഷെ ഇങ്ങനെയുള്ളതൊന്നും കേൾക്കാനുള്ള മനസ്സിന് ധൈര്യമോ അല്ലെങ്കിൽ ശക്തിയോ അല്ലെങ്കിൽ മനസ്സിലാകാനുള്ള ഒന്നും ഉണ്ടാവില്ല, സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും ആത്മവിചാരത്തിന് വേണ്ടി എത്രയോ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങൾക്ക് 1 മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ സത്സംഗത്തിനും ആത്മവിചാരത്തിനും വേണ്ടിയിട്ട് മാറ്റി ക്ഷമയോടെ സഹിഷ്ണുതയോടെ അങ്ങനെ ഇരിക്കുക. വെറുതെ ഇരുന്നാൽ മതി. നമ്മളൊന്നും മനസ്സ് കഷ്ടപ്പെട്ടൊന്നും പഠിക്കണ്ട. വെറുതെ ഇരുന്ന് കേൾക്കുക. കേട്ടിട്ട് മറന്നു കളഞ്ഞേക്കും. ഒന്നും സ്ട്രെയിൻ എടുക്കണ്ട. ഈ മറവി നമ്മൾ പറഞ്ഞില്ല, എന്തിലൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതവിടെ കിടക്കും. ക്രെഡിറ്റ് ആയിട്ട് കിടക്കട്ടെ, എന്തെങ്കിലുമൊക്കെ അത് മുളയ്ക്കും. സംശയമില്ല. കേൾക്കേണ്ടതാണല്ലോ കേൾക്കണം. അതും ഇതൊന്നും അല്ലല്ലോ കേൾക്കണം. അപ്പം ഇതിനെ നമ്മൾ കേൾക്കണം. അതാണ്. അപ്പോൾ എന്തിനാ ഗുരുകൃതികൾ പഠിക്കുന്നതെന്നാ പറഞ്ഞേ? അറിവുണ്ടാകാൻ, ദുഃഖം മാറാനായിട്ട് അല്ലേ? അതെ. അപ്പോ ഇവിടെ നമ്മൾ അറിയേണ്ടത് ജ്ഞാനത്തെയും ജ്ഞേയത്തെയും ഒരു പൊരുളായി കാണുമ്പോൾ ഭയത്തിനും ദുഃഖത്തിനും സ്ഥാനമില്ല എന്നതാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. വെവ്വേറെ കാണുന്നത് ദുഃഖത്തിന് കാരണവും ജ്ഞാനജ്ഞേയാദികളെ ഒന്നായിട്ട് കാണുമ്പോൾ അവയ്ക്ക് പൊരുളായിരിക്കുന്ന ഏകമായ സത്യത്തെ കാണുമ്പോൾ ആനന്ദം ഉണ്ടാവുകയും ഇതിനെ വേറെ വേറെ കാണുമ്പോൾ നമ്മൾ ദുഃഖാവസ്ഥയിലേക്ക് കടന്നു പോവുകയും ചെയ്യും. ഇപ്പൊ തന്നെ ജ്ഞാനഗർവ് എത്രയോ മനുഷ്യർക്കെന്നറിയും. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് വായിച്ചു പഠിച്ചോ കേട്ടോ അറിഞ്ഞോ ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ വിചാരം നമ്മളത് എന്തൊക്കെയോ നേടിക്കഴിഞ്ഞെന്നാ. പക്ഷെ നമ്മളൊന്നും നേടിയിട്ടില്ല. എനിക്ക് മനസ്സിലായി, ഞാൻ പണ്ഡിതനാണ്, ഞാൻ ജ്ഞാനിയാണ്, എനിക്ക് അറിവുണ്ട്, ഞാൻ എല്ലാവരും പഠിപ്പിക്കുന്ന ഒരാളാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര വിഡ്ഢിത്തരാന്നറിയോ? അതിലും വലിയ വിഡ്ഢിത്തരം ഈ ലോകത്തില്ല. കാരണം ഈ സത്യത്തെ മനസ്സുകൊണ്ടോ എടുക്കാവുന്നതല്ല, ബുദ്ധി കൊണ്ട് എടുക്കാവുന്നതല്ല. അനുഭവിച്ചറിയാനുള്ള അനുഭവത്തെയാണ് നമ്മളിങ്ങനെ വാവുകൊണ്ട് ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബോധം നമുക്ക് വേണം. പതുക്കെ പതുക്കെ ചിലയൊക്കെ നിർത്തി നമ്മൾ ഈ സ്വരൂപത്തെ തിരയണമെങ്കിൽ മനസ്സ് നിശ്ചലമാകണം. ആ നിശ്ചലാവസ്ഥയിൽ ആകണമെങ്കിൽ ഈ പുറമേ കാണുന്നതിലൊന്നും വലിയ സത്യമില്ലെന്ന് നമ്മൾ അറിയണം. ആ ഒരു പ്രാഥമിക തലത്തിലൂടെ മാത്രം നമ്മൾ സഞ്ചരിക്കണേ. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോ നമ്മൾ അറിയേണ്ടത് ദുഃഖത്തിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്നത് മരണമാണ്. ജനിക്കുമ്പോൾ നമ്മൾ വളരെയധികം സന്തോഷിക്കും, മരിക്കുമ്പോൾ നമ്മൾ ആർത്തലച്ച് കരയുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ആദ്യം തന്നെ ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത് ജനനവും മരണവും ഒക്കെ വെറും പ്രതീതികളാണ്, തോന്നലാണ്. പ്രതീതി എന്ന് പറഞ്ഞാൽ തോന്നൽ. ജനന മരണാദികൾ പ്രതീതികളാണ്. കാരണം എന്നാന്ന് വെച്ചാൽ പ്രതീതിക്ക് ആധാരമായ സത്യം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ
ആ എന്താ പറയാ പ്രതീതികൾക്കെല്ലാം ആധാരമായ സത്യമാണ് താനായി മാറിയിരിക്കുന്നതെന്ന് അറിയണം. ജനനമരണാദികൾ പ്രതീതിയാണ്. ആ പരമസത്യത്തിൽ ഉണ്ടായി മറയുന്ന വെറും പ്രതീതികൾ മാത്രമാണിത്. ആ പരമസത്യം തന്നെയാണ് താനായിരിക്കുന്നത് എന്ന് അറിയുമ്പോൾ നമ്മൾ എന്താ പറയാ ശരിയായ റൈറ്റ് വേയിലാണ്, ശരിയായ വഴിയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദൃഢബോധം നമുക്ക് ഉണ്ടാകണം. അങ്ങനെയാണ് നമുക്ക് സത്യം അറിഞ്ഞവർ ഭയരഹിതരായി മാറുന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ആളുകൾ മരിച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടോ? ഇല്ല. നമ്മളെ സംബന്ധിച്ചിട്ടുള്ളവർ പോകുമ്പോൾ മാത്രമേ നമുക്ക് ദുഃഖമുള്ളൂ. അപ്പൊ അതൊക്കെ വ്യക്തിപരമായ മൂല്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ഈ ജനനമരണങ്ങൾ സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന വസ്തുവായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടത് പരമാത്മ സത്യത്തിൽ ഉണ്ടാകുന്ന പ്രതീതികൾ മാത്രമാണ് ജനനമരണങ്ങൾക്ക് ആധാരമായിരിക്കുന്ന ഒരു സത്യം ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. ഒരു സമുദ്രത്തിലെ ഒരു ധാരാളം തിരകൾ ഉണ്ടാകുന്നുണ്ട്. സമുദ്രത്തിന്റെ അടിത്തട്ടെന്ന ബേസിലാണ് ആ കടലിൽ നിൽക്കുന്നതെങ്കിൽ അതിൽ ഓരോ തിരകൾ ഉണ്ടാകുകയും നശിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ആ കടലിനൊന്നും സംഭവിക്കുന്നില്ല. ആ പരമാത്മ സത്യത്തിൽ നൈമിഷികമായുള്ള പ്രോസസ്സ് മാത്രമാണ് ഉണ്ടായി നിലനിന്നും മറയുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ ജീവനുകൾ ഇവിടെ ഇങ്ങനെ ഉണ്ടായി നിലനിന്നും മറയുന്നത്. അതിനെ നമ്മൾ എന്തൊക്കെയോ വലിയ കാര്യമാണെന്ന് സങ്കല്പിച്ച് ചിന്തിച്ച് ഈ ജന്മം മുഴുവൻ ഈ ജഡത്തിനെ താലോലിച്ച് ജഡത്തിനെ ഓർത്ത് വിഷമിച്ച് അങ്ങ് കടന്നു പോകും. പക്ഷെ ജഡാത്മകതയിലെ ആനന്ദാത്മകതയെ, ആനന്ദകോടിയെ, ആനന്ദപരതയെ നമ്മൾ അറിഞ്ഞു തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇന്നലെ വരെ കണ്ട ഒരു ഭാവത്തിലായിരിക്കില്ല എല്ലാവരെയും കാണുന്നത്. അതിലും ഏതോ ദിവ്യമായ ഒരു ഭാവത്തിലായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരു എപ്പോഴും പറയുന്നത് എന്താ പറയാ, ആധ്യാത്മശാസ്ത്രം പറയുന്നുണ്ട്, സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോപയാ. ഈ ഋഷിമാരുടെ അനുഭവമാണിത്. ആലോചിച്ച് നോക്കൂ. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ, ഈ പരമസത്യത്തിന്റെ, ഈ വേദാന്ത ജ്ഞാനത്തിന്റെ സ്വൽപ്പം കേട്ടാൽ പോലും ത്രായതേ മഹതോഭയാൻ, വലിയ ഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമെന്നത്. ഈ സത്യത്തിന്റെ ഒരു ഇത്തിരിയെങ്കിലും കേട്ടപ്പോൾ മുഴുവൻ കേട്ടാലോ ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, എന്താ പറയുന്നത്, സർവം ഹി സച്ചിദാനന്ദം നേഹ നാനാസ്തി കിഞ്ചന. ഇവിടെ ഇഹ നാനാ കിഞ്ചന നാസ്തി. ഇവിടെ പലതും ഇല്ല കേട്ടോ, എല്ലാം ആ ഏകാത്മകത തന്നെയാണ്. ഇനി ആരാണോ ഇവിടെ പലതിനെ കാണുന്നത്, ഇഹ നാനാത്വം പശ്യതി നാനാ പശ്യതി, യാതൊരുവനാണോ ഇഹ ഈ ലോകത്ത് പലതിനെ കാണുന്നത്, സഹ മൃത്യും ഗച്ഛതി. ഓർക്കണം, അത് മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനനീ ജഠരേ ശയനം. എത്ര ജനനിമാരുടെ ജഠരത്തിൽ ശയിച്ചിട്ട് വന്നേക്കണായിരിക്കും മനുഷ്യ ജന്മത്തിൽ, അല്ലെ? പാമ്പിന്റെയും പല്ലിയുടെയും പൂച്ചയുടെയും പട്ടിയുടെയോ, അല്ലെങ്കിൽ വിശേഷ ബുദ്ധിയില്ലാത്ത മരമായോ, അല്ലേ? എങ്ങനെയൊക്കെ വന്നിട്ടായിരിക്കും അവസാനം ശ്രേഷ്ഠ ജന്മം കിട്ടിയത്. എന്നിട്ട് അതിന് ആത്മവിചാരത്തിനും കൂടി പുണ്യം ലഭിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായവരാണേ. ഏതെങ്കിലുമൊക്കെ തരത്തില് പുണ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ ഒന്നും ഉണ്ടെന്നൊക്കെ കേട്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ രുദ്രൻ എന്ന പദത്തിന് രോധിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ കരയിപ്പിക്കുന്നവൻ എന്ന അർത്ഥമുണ്ട്. ഇനി രുദ്രത്വത്തെ നമ്മള് ശിവത്വമായി പറഞ്ഞാൽ അതിന് മംഗളസ്വരൂപൻ എന്ന അർത്ഥവും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോ ഇവിടെ പറയാണ്, എങ്ങനെയാണ് രുദ്രത്വത്തിന് കരയിപ്പിക്കുന്ന ഭാവം വരണമെന്ന് പറഞ്ഞാല്, നമ്മൾ നേരത്തെ പറഞ്ഞു, പഴയ ഭാവങ്ങളെ എല്ലാം എടുത്തു മാറ്റി പുതിയ ഭാവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ആ പഴയ ഭാവങ്ങൾ മാറുന്നതിനെ മരണമെന്നും പുതിയത് വരുന്നതിനെ നമ്മൾ ജനനമെന്നും പറഞ്ഞ് നമ്മൾ ഇതിലിങ്ങനെ വെറുതെ മോഹിക്കുകയാണ്. അതാണ് ശരിക്കും കോലത്തിദേശത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ അതിലേക്ക് തന്നെ പോകും. കാലാശ്രയം എന്നായി അണയുന്നവർക്ക് അനുകൂലൻ. ഇവിടെ ചേർത്ത് പറയാം, ഭഗവാനല്ലാതെ മറ്റാരും ഇല്ല എന്ന് പറയുന്നവരുടെ അടുത്ത് എപ്പോഴും ഉണ്ട്. അധർമ്മിഷ്ഠരിൽ ഏറ്റവും പ്രതികൂലം എന്ന് പറഞ്ഞാലോ, ഈ പ്രപഞ്ചത്തിന് ആധാരമായ സത്യം ഉണ്ടെന്ന് അറിയാതെ ഈശ്വരനെ സമീപിക്കുന്നവർക്ക് ഒരിക്കലും ഈശ്വരനെ കിട്ടില്ല. പ്രതികൂലനായിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇത്തിരി മതി, അല്ലെ? അതുകൊണ്ട് പോവും, പിന്നെയും വരും.
അതാണ്. അപ്പോ അതിന് ഗുരു അനുവദിക്കുന്നില്ല. അതിന് ഗുരുവിന്റെ ഭക്തര് ഇങ്ങനെ അതും ഇതുമൊക്കെ ചോദിച്ചു പോണവരായിട്ട് വരാൻ ഗുരുവിന് ഇഷ്ടമല്ല. പരമമായത് തന്നെ കിട്ടണം, ശ്രേഷ്ഠമായത് തന്നെ കിട്ടണം. കാരണം ഒരു ഒരു ഭൗതിക വിദ്യ പോലും നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് തന്നെ ഗുരു നമ്മുടെ ഒരു പിതാവിനെ പോലെ നിങ്ങളിത് അറിഞ്ഞു പോകണം കേട്ടോ എന്ന് ഈ പരമമായനെ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയിട്ട് അത് കേൾക്കാൻ പോലും ഇത് പിന്നെ പറയണ വേദികൾ പറയാൻ അനുവദിക്കുന്ന വേദികൾ പോലും കുറവാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ പറയും വേദാന്തം പറയരുത് കേട്ടോ ടീച്ചറെ എന്ന് പറയും. വേദാന്തം പറയരുത്, കഥയൊക്കെ പറഞ്ഞു എന്ന് പറയും. കാരണം ഞങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നതിൻ്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും തലത്തിനപ്പുറമുള്ള സത്യത്തെ ഗുരു നമുക്ക് പറഞ്ഞു തന്നതിനെ ഞങ്ങൾക്ക് കേൾക്കണം. ഞങ്ങൾക്ക് ഗുരുവിന്റെ കൃതി കേട്ടാൽ മതി. ഒരു പ്രഭാഷണത്തിൽ വിളിക്കുമ്പോൾ അങ്ങനെ ഒന്ന് പറയാൻ ഞാൻ കാത്തിരിക്കും. കൃതി ഭഗവാന്റെ വാക്ക് കേട്ടാൽ മതി. നമ്മൾ അതും ഇതൊക്കെ പറഞ്ഞ ആളുകളെ കോരിത്തരിപ്പിക്കുന്ന എന്തിനാ, അല്ലെ കരയിപ്പിക്കുന്ന എന്തിനാ? ഭഗവാന്റെ വാക്ക് കേൾക്കണം. അതാണ് വിചാരം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനന മരണങ്ങളിൽ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഓരോ വ്യക്തി താല്പര്യങ്ങൾക്ക് മൂല്യം നൽകുമ്പോൾ ഉണ്ടാകുന്ന വികാരം മാത്രമാണ്. ഇപ്പൊ ലോകം യുദ്ധം പ്രഖ്യാപിച്ച് എല്ലാവരും എന്താ പറയാ ഭയചകിതരായി കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോണത്. എന്തിനാണെന്ന് വെച്ചാൽ അറിയില്ല. ഓരോ അന്ധകാരാവൃതമായ മനസ്സിൽ ഉദിച്ച ആശയം ലോക ജനതയെ മുഴുവൻ ഇരുട്ടിലാഴ്ത്തുകയും ദുഃഖത്തിലാഴ്ത്തുകയും ഇവിടുത്തെ മാനുഷിക വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ വരെ ഇല്ലാതെയാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആരാണ് ഇതിന് റൈറ്റ് കൊടുത്തത്? ആലോചിച്ച് നോക്കൂ. ഒരു പറഞ്ഞ പോലെ പരനു പരം പരിതാപമേകിടുന്നോർ എരിനരകബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. ഈ വചനങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് കേൾപ്പിക്കണം. നമുക്കറിയാം, നമ്മൾ പരസ്പരം കണക്ട് ചെയ്ത ലോക ജീവിതത്തിൽ ജീവിക്കണം. നമ്മളിപ്പോൾ കേരളത്തിൽ ജീവിക്കുമെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലുള്ള മനുഷ്യർ കണക്ട് ചെയ്താ ജീവിക്കുന്നു. ഒരിടത്ത് എന്തെങ്കിലും ആ ചെയിൻ ഒരു ചങ്ങല പൊട്ടിയാൽ അല്ലെങ്കിൽ വിഘ്നം വന്നാൽ അത് എല്ലാവരും ബാധിക്കും, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് മനുഷ്യ മനസ്സുകൾ ശാന്തമാകണം. മൊത്തം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, അല്ലേ? അതെ. അഭയം വൈ ബ്രഹ്മ, ഭയമില്ലാത്ത അവസ്ഥയാണ്. സുന്ദരേശൻ സാറ് പറഞ്ഞ പോലെ ഭയമില്ലാത്ത അവസ്ഥയാണ് ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശാശ്വതമായി നമുക്ക് അഭയം തരുന്ന ഒന്നാണ്. ആ അവസ്ഥയെ നമ്മൾ അതറിയാത്തത് കൊണ്ടാണ് മനുഷ്യൻ തന്നെ കെട്ടിപ്പൊക്കിയ തത്വസംഹിതകൾക്കും വിശ്വാസ പ്രമാണങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരുത്തനെ കൊല്ലുന്നതും ഒരു രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആ സർവത്തിനും അധീനമായ ആ ഒരു ഈശ്വര ശക്തി അല്ലെങ്കിൽ ആ ജ്ഞാനം കെട്ടുപോകുമ്പോഴാണ് ഇത്തരത്തിൽ ഈ കലിയുഗത്തിൽ നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ രുദ്രത്വം കരയിപ്പിക്കുന്ന ഭാവവുമാണ്, ആനന്ദിപ്പിക്കുന്ന ഭാവവുമാണെന്ന് നമ്മൾ അറിയണം. ഇവിടെ ഇനി നമ്മൾ ശ്വേതാശ്വതര ഉപനിഷത്തിലെ ഈ രുദ്രത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. വേദത്തിലെ ഉള്ള വാക്ക് തന്നെയാണ് ഗുരു രുദ്രത്വം എന്ന് പറഞ്ഞത് കൊണ്ട് വൈദികമായ ആ ഒരു ഭാഷ തന്നെയാണ്. ശ്വേതാശ്വതര ഉപനിഷത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ദാർശനിക ഭാവം തന്നെയാ പറയുന്നത്. ഏകോഹി രുദ്രഃ ന ദ്വിതീയായ തസ്തുഹു യഹ ഇമാം ലോകാനീശത ഈശനീഭിഹി പ്രത്യഞ്ജനാൻ തിഷ്ഠതി അല്ലെങ്കിൽ പ്രത്യഞ്ജനാം തിഷ്ഠതി സംചുകോജ അന്ധകാലേ സംസൃജ്യ വിശ്വാഭുവനാനി ഗോപാഹ. ഇതാണ് ശ്രുതി. ഇത് കേട്ടൊന്നും പേടിക്കണ്ട. ഏകോഹി രുദ്രഃ, രുദ്രൻ ഒന്നേ ഉള്ളൂ. ഇപ്പൊ പറയാണ് യഹ, യാതൊരുവനാണോ ഈശനീവി തന്റെ ഈശിത്വം കൊണ്ട്, തന്റെ ശക്തി കൊണ്ട്, യാതൊരു പരബ്രഹ്മ സ്വരൂപനാണോ ഈശനീഭിഹി തന്റെ ശക്തികളെ കൊണ്ട്, സ്വശക്തികളെ കൊണ്ട്, ഇമാൻ ലോകാൻ ഈശതേ ഈ ലോകങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നു, ഭരിക്കുന്നു. ആരാണോ തന്റെ ശക്തികളെ കൊണ്ട് ഈ ലോകത്തെയൊക്കെ ഭരിക്കുന്നത്, സരുദ്രഹ, ആ ഈശ്വരനെ രുദ്രൻ എന്ന് പറയും. ആ സർവേശ്വരനെ നമുക്ക് രുദ്രൻ എന്ന് വിളിക്കാം. ഓക്കെ.
യഹാ യാതൊരുവനാണോ ഈശനീഭിഹി സ്വശക്തികളെ കൊണ്ട് ഇമാൻ ലോകാൻ ഈശതേ ഈ ലോകത്തെ മുഴുവൻ സംരക്ഷണം ചെയ്യുന്നത് സഹ രുദ്രഹ അല്ലെ, അവനെ നമുക്ക് രുദ്രൻ എന്ന് വിളിക്കാം. ഏകഹി അവൻ ഏകനാണ്, ഏകമേവ അദ്വിതീയം. ആ രുദ്രൻ ഒന്നേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയ ഗുരു ആ സൂത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അപ്പൊ അതെനിക്ക് അത്ഭുതം കൊണ്ട് നിറയുവാണ്. നമ്മളിപ്പോ ഓരോ മനുഷ്യരോടും പറയുമ്പോൾ എന്തുകൊണ്ടാണ് വേദാന്ത സൂത്രമൊക്കെ ദാർശനികമായ ഉള്ളിലുള്ള തലങ്ങളിലേക്ക് കൂടുതൽ പഠനങ്ങൾ വരാത്തേന്ന് ഓർക്കുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ ശ്രദ്ധ പോരാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ നോക്കി അവിടെ ആ രുദ്രൻ എന്നുള്ള പദം അതൊരു സാധാരണ പ്രാപഞ്ചികമായ തലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ വൈദിക ഭാഷ തന്നെ ഗുരുവിടെ ഉപയോഗിച്ചേക്കുക. എന്നിട്ട് പറയാണ് ഇമാൻ ലോകാൻ ഈശതേ ഈ ലോകങ്ങളെ ഭരിക്കുന്നുവോ സരുദ്ര അവൻ രുദ്രനാണ്. ഏകഹി അവൻ ഏകനാണ്, അനേകമില്ല. ഗുരുവിന്റെ ദർശനം തന്നെ അദ്വൈതമാണ്. ഒരു ജാതി എല്ലാത്തിലും ഒരു അല്ലെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് അല്ല, ഒരു ഏകത്വമാണ്. ദൈവമേ കാത്തുകൊള്ളുക അങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, അവിടെയും ഞങ്ങൾ. അവസാനം പറയുമ്പോൾ ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം. ഈ ലോകം മൊത്താണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അല്ലാതെ ഒറ്റ ആളല്ല ഗുരുവിന്, ലോകം മുഴുവനും ആ ഒരു പരമസത്യത്തിലേക്ക് ആഴണമെന്ന് സ്വപ്നം കണ്ട ഋഷീശ്വരനാണ് എന്ന് പ്രാർത്ഥിച്ച ഋഷീശ്വരനാണ്, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഋഷീശ്വരനാണ്. അപ്പൊ പറയാണ് ഏകഹി അവൻ ഏകനാകുന്നു. ദ്വിതീയായ ന തസ്തുഹു രണ്ടാമതൊന്നിനെ ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്നില്ല. അവന് സ്ഥിതി ചെയ്യാൻ രണ്ടാമതൊന്നും ആവശ്യമില്ല. അതാ ഏകമാന്ന് പറഞ്ഞു. ദ്വിതീയായ ന തസ്തുഹു സ്ഥിതി ചെയ്യുന്നില്ല. രണ്ടാമതൊന്നിനെ ആശ്രയിച്ച് ആ ഏകനായ രുദ്രൻ സ്ഥിതി ചെയ്യുന്നില്ല. എന്നിട്ട് പറയാണ് സഹാ ജനാൻ പ്രത്യങ് തിഷ്ഠതി. സഹ രുദ്ര ജനാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ലോകത്തിലെ സമസ്ത ചരാചരങ്ങളിൽ നിന്ന് അർത്ഥം കൊടുക്കണം. പുഴുവിലും അണുവിലും പൂമ്പാറ്റയിലും ഒരു സസ്യത്തിന്റെ ചലനത്തിൽ വരെ അവൻ നിൽക്കുന്നു. പ്രത്യേകാത്മാവായി ജീവനായി തുടിക്കുന്നു. അവൻ ഓരോരുത്തരിലും ജീവനായി തുടിക്കുന്നു. എന്നിട്ട് പറയാണ് വിശ്വാഭുവനാനി സംസൃജ്യ ഈ ലോകത്ത് ഈ വിശ്വത്തിലെ ലോകങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ട് ജഗദീശ്വരൻ എന്നും നിറഞ്ഞിരിക്കുന്ന ആ ജഗദീശ്വര ശക്തിയിലാണ് ഈ കളി കളിക്കുന്നത് ആളുകൾ. ആ ശക്തിയെ അറിയാതെയാണ് നിന്നെ ഇപ്പൊ ഞാൻ തീർത്തു തരാമെന്ന് പറയണം അല്ലേ. എന്തൊക്കെ മനുഷ്യന്റെ എന്താ പറയാ, നമുക്ക് ഓർക്കുമ്പോ തന്നെ വല്ലാതെ എന്തൊരു അജ്ഞതയാ മനുഷ്യർക്കെന്ന് തോന്നിപ്പോവും അല്ലേ. മനുഷ്യന്റെ ജീവിക്കാനുള്ള സാഹചര്യം വരെ തടഞ്ഞു വെക്കുകയാണ് ഈ ഭൂമിയിൽ. ലോകമേ ദുഃഖമാണ്. ഇവിടെ ഒന്ന് ജീവിച്ചു പോകുന്ന എത്ര ദുരന്തം അനുഭവിച്ചാണ്. നാടും വീടും ഒക്കെ വിട്ട് പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ട് എത്രയോ ദൂരങ്ങളിൽ ഒന്ന് ജീവിച്ചു പോകാൻ വേണ്ടി ആളുകൾ ജീവിക്കുമ്പോഴും ഇനിയിപ്പോൾ അന്നത്തിന് പോലും വലയുന്ന അവസ്ഥയിലേക്ക് ഈ ഭൗതികതയെ മാറ്റിയെടുക്കുമ്പോൾ ഈ ഇരുട്ടല്ലേ ഈ കാണുന്നത്. മനുഷ്യഹൃദയങ്ങളെ ബാധിച്ചിരിക്കുന്ന ഇരുട്ടല്ലേ, ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവൻ വിശ്വാഭുവനാനി സംസൃജ്യ എല്ലാ ഭുവനങ്ങളെയും സൃഷ്ടിച്ചിട്ട് ഗോപാഹ പാലകനായി ഇരിക്കുന്നു. അവൻ തന്നെയാണ് എല്ലാ ജീവികളുടെയും ഉള്ളിലിരിക്കുന്നത്. അവൻ തന്നെയാണ് എല്ലാ ഭുവനങ്ങളെയും സൃഷ്ടിച്ച് പാലകനായിരിക്കുന്നത്. അന്ധകാലേ സംചുകോജ അവസാനം തന്നിലേക്ക് ലയിപ്പിക്കുന്നതും അവൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ശ്രുതിയുടെ ബേസിൽ തന്നെയാണ് ഗുരു ആ ഏകൈകം രുദ്രത്വമാസി എന്ന് അർത്ഥം പറഞ്ഞത്. നമ്മൾ രണ്ട് രീതിയിൽ നമുക്കതിനെ പഠിക്കാം. ജ്ഞാതാവിനെയും ജ്ഞാനത്തെയും ജ്ഞേയത്തെയും വേറെ വേറെ കാണാതിരിക്കുക. ഈ ജ്ഞാതാവിനും അങ്ങനെ കണ്ടാൽ നമുക്ക് ദുഃഖത്തിന്റെ ഭാവം വരും. ഇതിനതീതമായ സത്യത്തെ, ഏകാത്മകതയെ നമ്മൾ അറിഞ്ഞു ജീവിച്ചാൽ നമ്മൾ പരമാത്മ സത്യത്തിലേക്ക് എത്തുന്ന അനുഭവത്തിലേക്കും എത്തുമെന്നും നമുക്കത് മനസ്സിലാക്കാം അല്ലേ. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു ശ്വേതാശ്വതര ഉപനിഷത്ത് പറയുന്ന ഈ സൂത്രം ടീച്ചർ നമുക്ക് ഗ്രൂപ്പിലേക്കൊക്കെ എഴുതിയിട്ട് തരും. അത് ടീച്ചറിന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പറയുമ്പോഴത്തേക്ക് ഇവിടെ മറ്റൊരു വ്യാഖ്യാനം പറയുമ്പോൾ ദേവന്മാരുടെ ക്ലേശങ്ങളെയും പാപങ്ങളെയും നശിപ്പിച്ച്
അവർക്ക് ജ്ഞാനവും ആനന്ദവും നൽകുന്നത് കൊണ്ടാണ് രുദ്രൻ എന്ന പദം അർത്ഥം വന്നത്. എന്താണ്? ദേവന്മാരുടെ ക്ലേശങ്ങളെയും ദുഃഖത്തെയും ഇല്ലാതെയാക്കി അവർക്ക് ജ്ഞാനവും ആനന്ദവും നൽകുന്നത് എങ്ങനെ? ആരാ ഈ ദേവന്മാര്? നമ്മൾ ആദ്യം ഒരു കാര്യം നമ്മൾ അറിയണം. ഗുരു നമുക്ക് എത്ര ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു തന്നു? അതെ അതെ. അപ്പോൾ രുദ്രത്വത്തിൽ നിന്ന് ശിവത്വത്തിലേക്ക് വരണം എന്ന് സാറ് എഴുതി കാണിക്കുന്നു. അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത്. ആ ശിവത്വത്തിലേക്ക് വരാൻ നമുക്ക് ഗുരുവിന്റെ അനുഗ്രഹവും കൂടി വേണം. അപ്പോൾ ഇവിടെ എത്രയോ ക്ഷേത്രങ്ങൾ, ഇവിടെ ആരോ പറഞ്ഞല്ലോ, ഗുരു എത്ര ക്ഷേത്രങ്ങൾ നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നിട്ടുണ്ട്. അത് ആ വിഗ്രഹം, ആ ക്ഷേത്രങ്ങളിലെല്ലാം പോകുന്നവർ അന്ധവിശ്വാസികളാണോ? അല്ലെങ്കിൽ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ പോകുന്നവർ വിശ്വാസികളും മറ്റു ക്ഷേത്രങ്ങളിൽ പോകുന്നവർ അന്ധവിശ്വാസികളുമാണോ? എന്താ ഈ വിശ്വാസം എല്ലാം തന്നെ അന്ധതയും, നമ്മുടെ ജീവിതം തന്നെ അന്ധവിശ്വാസമാണ്. ഇല്ലാത്തതിനും ഉണ്ടെന്ന് കരുതിയിട്ടുള്ള ജീവിതമല്ലേ. പിന്നെ എവിടെയാ ക്ഷേത്രത്തിൽ പോകുന്നതിന് അന്ധവിശ്വാസം എന്ന് പറയും? എല്ലാം നമുക്ക് വേണം കേട്ടോ. ഇവിടെ ഒരാളും ഗുരു ഒരിക്കലും പറഞ്ഞിട്ടില്ല ക്ഷേത്രത്തിൽ പോയി ആരോടും തൊഴരുതെന്ന്. ഇനി ഒന്നും പറഞ്ഞ ആരും പരത്തണ്ട. കാരണം എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ആരാധനാമൂർത്തികളും ജഗദീശ്വരന്റെ പ്രതീകം തന്നെയാണ്. നേരിട്ട് നമുക്ക് ആ സ്വരൂപത്തിലേക്ക് എത്താൻ കഴിവില്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഗുരു ക്ഷേത്രങ്ങൾ തന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇനി അഥവാ ജ്ഞാനം നമുക്ക് നേടിയിട്ടുണ്ടെങ്കിലും ആ ഒരു എന്താ പറയുക, ആ ഒരു ശാന്തതയും സ്വസ്ഥതയുമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ഇരിക്കാൻ ഒരു ആഗ്രഹം തോന്നിയാൽ ആ ക്ഷേത്രത്തിൽ പോയി കുറേ നേരം ഏകാന്തമായി ഇരുന്നാൽ എന്താ കുഴപ്പം? ഗുരു എത്രയോ ക്ഷേത്രങ്ങളിൽ ദീപാരാധന തൊഴുതു. അതിനുശേഷം ഇങ്ങനെ ശാന്തമായ ആൾത്തറയിലൊക്കെ ഇരുന്നിട്ടുണ്ട് അല്ലേ? ഒരു പ്രത്യേകമായ സൈലൻസ് അല്ലേ ക്ഷേത്ര പരിസരങ്ങളിൽ? അപ്പം നമുക്ക് ഈ ഉപാസനയൊക്കെ ഈശ്വരനിലേക്ക് എത്തുന്നതിൻ്റെ ഒരു വഴി തന്നെയാണ് ജപവും ധ്യാനവും പ്രാർത്ഥനയൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരിക്കലും ഗുരുവിൻ്റെ കൃതികൾ പഠിക്കണവരും അറിയണവരും ഇതൊന്നും അന്ധവിശ്വാസമാണെന്ന് പറയരുത്. നമുക്ക് ഇത്തിരി എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇത് അന്ധവിശ്വാസമാണെന്നൊന്നും കേൾക്കരുത്, അങ്ങനെ പറയരുത്. കാരണം നമ്മൾക്കെല്ലാം വേണം. കാരണം നമ്മളൊന്നും അറിവിൻ്റെ ആഴത്തിലുള്ള തലങ്ങളിലേക്ക് ഇരുന്ന് അതിനെ ധ്യാനിച്ച് അറിയാനുള്ള തലത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല കേട്ടോ. ആരെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഞാൻ ക്ഷേത്രങ്ങളിൽ നമ്മളെല്ലായിടത്തേക്കും ഓടി നടക്കണം എന്നല്ല ഉള്ള അർത്ഥം. ക്ഷേത്രത്തിൽ പോകുന്നത് തെറ്റാണെന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മളിലേക്ക് വരരുത്. നമുക്ക് സങ്കടം വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലൊക്കെ പോയി നിൽക്കുമ്പോഴും നമ്മൾ സംസാരിക്കുന്ന നമ്മളോട് തന്നെയാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടായാൽ മതി. കാരണം വീട്ടിലെ അന്തരീക്ഷത്തിൽ ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല അത്. കലഹായമാനമായ ആ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മറ്റൊരു മനസ്സിന് ഏകാഗ്രത കിട്ടാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് ക്ഷേത്രം തന്നെയാണ് നല്ലത് എല്ലാത്തിനും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അതിലേക്ക് നമ്മൾ പോകണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ദേവന്മാരുടെ ക്ലേശത്തെയും പാപത്തെയും നശിപ്പിച്ച് അവർക്ക് ജ്ഞാനവും ആനന്ദവും നൽകുന്നവൻ എന്ന അർത്ഥത്തിലാണ് രുദ്രൻ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ദേവന്മാർ നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെയാണ് കേട്ടോ. അമ്പലത്തിൽ ചെല്ലുമ്പോഴും ഈ എന്താ പറയുക, ഉള്ളിലിരിക്കുന്ന ആ ആസുരികമായ ഭാവനകളെ, വാസനകളെ ഇല്ലാതാക്കാൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉപരമിക്കുന്നതിനുള്ള ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ആ വിഗ്രഹത്തെ കാണേണ്ടത്. അല്ലാതെ പുറത്തുള്ള എന്തോ എടുത്ത് എനിക്ക് തരാനുള്ള ഒരു വസ്തുവായിട്ട്, ഒരു ചൈതന്യമായിട്ടല്ല കാണേണ്ടത്. എൻ്റെ ഇന്ദ്രിയങ്ങളാവുന്ന ദേവന്മാരെ അടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഈ ഇന്ദ്രിയങ്ങളെ അടക്കി കഴിയുമ്പോൾ നമുക്ക് ദുഃഖവും ശാന്തിയും സമാധാനവും കിട്ടുന്നു, ജ്ഞാനവും ആനന്ദവും കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്നവനാണ് രുദ്രൻ. അതല്ലെങ്കിൽ വേറെ അർത്ഥം എന്താ നമ്മൾ പറഞ്ഞത്? രോദയതി ശത്രുൻ അല്ലെങ്കിൽ ദുഷ്ടാൻ ഇതി രുദ്രഹ നമ്മൾ പറഞ്ഞു അല്ല. നമ്മൾ നേരത്തെ അത് പറഞ്ഞപ്പോൾ അതിന് രോദനം എന്നോട് ചോദിച്ചു, ടീച്ചറെ രുദ്രം എന്നുള്ള വാക്കിന് രക്തം എന്നുള്ള അർത്ഥമല്ലേ, കരച്ചിൽ എന്നുള്ള അർത്ഥം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളത് അവിടെ ഒരു നല്ല ചോദ്യമായിരുന്നു അത്. കാരണം എപ്പോഴും അമരകോശമൊക്കെ നോക്കുമ്പോൾ രോദനം കരച്ചിൽ കൊടുത്തിട്ടുണ്ട്, രുധിരം രക്തം തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്കറിയാം ഒരർത്ഥം നമ്മൾ പറയുമ്പോൾ ഗൂഢാർത്ഥം പറയും. രുധിരം രക്തം. ശബ്ദധാരാവലിയിലൊന്നും
ഈ കണ്ണുനീർ എന്നുള്ള അർത്ഥം കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പറയാനുണ്ട്, അർത്ഥങ്ങൾ പറയുമ്പോൾ വ്യാകരണ ശാസ്ത്രത്തിലെ ഗൂഢാർത്ഥം, പ്രകരണാർത്ഥം, സാഹിത്യാർത്ഥം, കുലാർത്ഥം, രഹസ്യാർത്ഥം, ലാക്ഷണികാർത്ഥം, അങ്ങനെയൊക്കെ കുറേ അർത്ഥങ്ങൾ പറയാം. ഒരു വാക്കിന് ഇന്ന അർത്ഥം എന്ന് നമ്മൾ പറയണത് ഈ പ്രകൃതം നോക്കിയാണ്. ഗൂഢമായിരിക്കുന്ന അർത്ഥം വരാം, പ്രകരണത്തിൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ആയിരിക്കാം, സാഹിത്യ ഭാഷയിൽ അതിനൊരു അർത്ഥമുണ്ട്, ഒരു ഗ്രൂപ്പിനെ പറയുമ്പോൾ ഒരു കുലത്തിൽ അതിനൊരു അർത്ഥമുണ്ട്, കുലം എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ്. പിന്നെ അതിനൊരു രഹസ്യമായ അർത്ഥം ഉണ്ടാവാം, ലാക്ഷണികമായ അർത്ഥം ഉണ്ടാവാം. ഇവിടെ ഒരു കോണ്ടക്സ്റ്റുവൽ മീനിങ്, ഒരു പ്രകടനത്തിനനുസരിച്ചുള്ള ഒരു മീനിങ് ആണ് ഞാൻ കഴിഞ്ഞ സമയം രുതിരം, കരച്ചിൽ, കണ്ണുനീർ നിന്ന് വന്നത് കേട്ടോ. രോദനം എന്ന വാക്കിന് അമരകോശത്തിൽ കണ്ണുനീർ, അശ്രു എന്നുള്ള അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞപ്പോ ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്തോ അത് ജി ഒന്ന് എഴുതിയില്ലട്ടോ, എനിക്ക് ക്ലിയർ ആകുന്നില്ല അതിന്റെ രുക്തം. രുദ്ധം എന്ന് പറയുമ്പോ തടയുക എന്നുള്ള അർത്ഥമല്ലേ? നമുക്ക് ഇത് യൂട്യൂബ് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അധികം സംസാരിക്കാത്തത്. അപ്പൊ നോക്കിക്കേ, അപ്പൊ അത് പറയാ ചേച്ചി വിളിച്ചാ മതി കേട്ടോ. ഇനിയിപ്പൊ ഇത് ഇത്രയും ഭാഗം ആദ്യം എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ നോക്കൂ, അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറയുമ്പോൾ തന്റെ നിയമങ്ങളെ അതിക്രമിക്കുന്നവരെ ശിക്ഷിക്കുന്നവർ എന്ന ധാതുവിന്റെ അർത്ഥത്തിൽ നമുക്കിവിടെ പറയാം. ധാത്വർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞേക്കണത്. കരയിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥം പറഞ്ഞതിന് കാരണം എന്താന്ന് വെച്ചാൽ ആ റൂട്ട്, അതിന്റെ ധാതുവില് രോദയതി ശത്രുൻ ദുഷ്ടാൻ ഇതി രുദ്രഹ എന്നൊരു നിരുക്തി ഉണ്ട് അതിന്. അതുകൊണ്ടാണ് അവിടെ അർത്ഥം വന്നത് തന്റെ നിയമങ്ങളെ അതിക്രമിക്കുന്നവനെ ശിക്ഷിക്കുന്നവൻ. പാലാക്ഷൻ അധർമ്മിഷ്ഠരിൽ ഏറ്റവും പ്രതികൂലം എന്ന് ഗുരു നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ ഈ അർത്ഥവും ഇവിടെ ചേരും. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ നമുക്ക് അവർ ആ വഴിയിലൂടെ അവർ പോയത്. രോദേതി ശത്രുൻ ദുഷ്ടാനിധി രുദ്രക, തന്റെ നിയമങ്ങളെ അതിക്രമിക്കുന്നവരെ ശിക്ഷിക്കുന്നവൻ എന്ന ധാതുവിന്റെ അർത്ഥത്തിൽ നമുക്ക് ഈ ഒരു അർത്ഥത്തിൽ പറയാം. ധാതുവിനാണല്ലോ അർത്ഥമുള്ളത്, റൂട്ട്. ആ വേർഡ് ഉണ്ടാകുന്നതിന്റെ റൂട്ടിനെയാണ് ധാതു എന്ന് പറയുക. ആ ധാതുവിന്റെ അർത്ഥമാണല്ലോ വേർഡിന്റെ അർത്ഥം. അപ്പോൾ ആ റൂട്ടിനർത്ഥം വരുന്നത് തന്റെ നിയമങ്ങളെ അതിക്രമിക്കുന്നവരെ ശിക്ഷിക്കുന്നവൻ എന്നാണ്. രോദേതി ശത്രുൻ ദുഷ്ടാനിധി രുദ്രഹ. അപ്പോൾ അങ്ങനെ ഒക്കെ നമുക്ക് ഇതിന് രണ്ട് രീതിയിൽ അർത്ഥം പറയാം. എന്തായാലും നമ്മൾ അറിയണം, ഒരു ഉപാദാന കാരണത്തിന്റെയും മറ്റൊന്നിന്റെയും സഹായമില്ലാതെ ആ ഈശ്വരൻ ഏകനായി ഈ ലോകത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. ഒരു ഉപാദാന കാരണം വേണ്ട. ഒരു കുലാലൻ ഒരു കുടം ഉണ്ടാക്കുമ്പോൾ ആ കുടം ഉണ്ടാക്കാനുള്ള ഒരു ഉപകരണം വേണം, മണ്ണ് വേണം, വെള്ളം വേണം, കുലാലൻ എന്ന നിമിത്ത കാരണം വേണം, ഇതെല്ലാം വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ കുടം ഉണ്ടാവുള്ളൂ. പക്ഷേ അതുപോലെ ഒരു ഉപാദാന കാരണമോ നിമിത്ത കാരണമോ ഒന്നും വേണ്ട. അതൊന്നുമില്ലാതെയാണ് ജഗദീശ്വരൻ തന്നെയാണ് ഈ ലോകത്തിലെ പല സകലതുമായി നിറഞ്ഞ് നിൽക്കുന്നത്. ആ ജഗദീശ്വരൻ തന്നെയാണ് ഇതിനെ രക്ഷിക്കുന്നത്. ആ ജഗദീശ്വരൻ തന്നെയാണ് ഇതിനെ സംഹരിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയണം, ജ്ഞാതൃജ്ഞാന ജ്ഞേയങ്ങളെ വെവ്വേറെ കാണുമ്പോൾ രുദ്രത്വം അല്ലെങ്കിൽ ദുഃഖത്തിനിടയാക്കുന്ന ഭാവം വരും. അതിനെ ഏകമായി കാണുമ്പോൾ പരമാത്മ സത്യം എന്ന ആ ഒരു അറിവിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ സുന്ദരേശൻ സാറ് പറഞ്ഞു അഭയം അല്ലെ, ബൃഹദാരണ്യക ഉപനിഷത്തിലെ ഒരു മന്ത്രം പറഞ്ഞു, അഭയം വൈ ബ്രഹ്മ. ബ്രഹ്മജ്ഞാനം അഭയാനുഭവമാകുമ്പോൾ അത് രുദ്രത്വം എന്നുള്ള, അതായത് നമുക്ക് ദുഃഖത്തിനിടയാക്കുന്ന ഭാവം മാറിക്കിട്ടും. അഭയാനുഭവമാകണമെന്ന് ബ്രഹ്മജ്ഞാനം എന്ന് ബൃഹദാരണ്യക ഉപനിഷത്തിലെ ഒരു മന്ത്രം കൂടി പറയുന്നുണ്ട്. അഭയം എന്ന് പറഞ്ഞാൽ അഭയം വൈ ബ്രഹ്മ. അഭയം എന്ന് പറഞ്ഞാൽ എന്നാ ഭയം, അഭയം, ഭയത്തെ ഇല്ലാതാക്കുന്നവൻ, ശിവത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നവൻ. അപ്പോൾ ഇവിടെ സൂത്രം ഒന്നും കൂടി നോക്കാം. ഏവം ജ്ഞാതൃജ്ഞാന ജ്ഞേയങ്ങളെ വെവ്വേറെ കണക്കാക്കിയാൽ ഓരോന്നിനും ആദ്യം മുതൽക്കേ രുദ്രത്വം ഉണ്ടായിരുന്നു. ഇനി ഈ ജ്ഞാതൃജ്ഞാന ജ്ഞേയങ്ങൾക്ക് അതീതമായ ആ സത്യത്തെ അറിയുമ്പോൾ അത് പരമാത്മ സത്യം എന്ന അനുഭവത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത സൂത്രങ്ങൾ പറയുന്നുണ്ട്.
അപ്പോൾ അതിലേക്ക് നമുക്ക് ആ സമയത്ത് കൂടുതലായിട്ടുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് നമുക്ക് പോകാം. രുദ്രത്വം എന്ന ശബ്ദത്തിന് 2 രീതിയിൽ നമ്മൾ അർത്ഥം പറഞ്ഞു. അപ്പോൾ നമ്മൾ കാണുന്ന ഞാനും കാണുന്ന വസ്തുക്കളും എല്ലാത്തിനെയും അറിയുന്ന അറിവിനും പൊരുളായിരിക്കുന്നത് ഒരേ ഒരു സത്യമാണ് എന്ന് വരുമ്പോൾ ആ രുദ്രത്വം നമുക്ക് അഭയാനുഭവമായി മാറും, പരമസത്യാനുഭവമായി മാറും. അങ്ങനെ ആ സത്യാനുഭവമായി മാറാനായിട്ട് ഗുരുവിൻ്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോകത്തെ ഒന്നായി കാണാനുള്ള ഒരു ജ്ഞാനം നമുക്ക് തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഈ ക്ലാസ് ഗുരുവിൽ സമർപ്പിക്കുന്നു. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ശാന്തി ശാന്തി ശാന്തി.